യേശുവേ നന്ദി, യേശുവേ ആരാധന. വലതുകരമുയർത്തി പറയാം ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ ആരാധന. സ്നേഹമുള്ളവരെ, ഇന്ന് ഈ പുതിയ പ്രഭാതത്തിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ ഇവിടെ വരുമ്പോൾ, ഇന്ന് നമ്മൾ കർത്താവിൻ്റെ വചനം ശ്രവിക്കുമ്പോൾ നമ്മോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വചനമുണ്ട്. യെരമ്യ 17:22. യെരമ്യ 17:22 ബൈബിൾ എടുത്ത് നമുക്ക് ഈ ദൈവവചനം വായിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എല്ലാവരും എടുത്ത് ഒരുമിച്ച് വായിക്കാം. നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാബത്ത് ദിവസം ശുദ്ധമായി ആചരിക്കുവിൻ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മെ ഇന്ന് ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിതാക്കന്മാരോട് കൽപ്പിച്ചതുപോലെ സാബത്ത് ദിവസം നമ്മൾ ശുദ്ധമായി ആചരിക്കണം. നമ്മൾ സാബത്ത് ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ അത് വിശുദ്ധമായി നമ്മൾ ആചരിക്കണമെന്ന് ദൈവം പറയുകയാണ്. അതുകൊണ്ട് ഞായറാഴ്ച എന്ന് പറയുന്ന ദിവസം ഇന്ന് ഹോളിഡേ, HOLIDAY ഉണ്ട്, ഹോളിഡേ. അതുപോലെ HOLY ഹോളിഡേ ഉണ്ട്. അപ്പം നമുക്ക് ഇതിൽ ഏതാണെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. HOLI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോളിഡേ എന്ന് പറഞ്ഞാൽ അതൊരു വിശ്രമ ദിവസമാണ്, അല്ലെങ്കിൽ അതൊരു അവധി ദിവസമാണ്. HOLY എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശുദ്ധമാണ്. അപ്പോൾ വിശുദ്ധമായിട്ട് നമ്മൾ നമ്മുടെ സാബത്തിനെ ആചരിക്കുന്നുണ്ടോ, അതോ വിശ്രമത്തിനുള്ളൊരു ദിവസമാക്കി മാറ്റുന്നുണ്ടോ, അതോ അവധി ദിവസമായിട്ട് അതിനെ കാണുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പറഞ്ഞേ ഹല്ലേലൂയാം. വലതുകരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ. അപ്പം ഇന്ന് പലരും ഞായറാഴ്ച ദിവസത്തെ കാണുന്നത് ഒരു അവധി ദിവസമായിട്ടാണ്, അല്ലെങ്കിൽ ഒരു വിശ്രമ ദിവസമായിട്ട് പലരും കാണുന്നുണ്ട്. ഞാൻ 2017 മരിയാപുരത്തി മരിച്ചു കിടക്കുന്ന ആ പള്ളിയിൽ മരിയാപുരത്തിയുടെ ബോഡി വെച്ചിരിക്കുന്ന ഇപ്പോഴും അഴുകാതെ ഇരിപ്പുണ്ട്. ആ പള്ളിയിൽ ഞാൻ 2017 പോയി. ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് രാവിലെ ഒരു 9 മണി കഴിഞ്ഞ സമയത്തെത്തി. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഈ പള്ളിയുടെ പുറവശത്തും സൈഡിൽ ഇങ്ങനെ ഒരു 2 സൈഡ് കടലാണ്. അപ്പോൾ ഇവിടെ അതിൻ്റെ കടലോരങ്ങൾ, ഈ പള്ളിയുടെ മുറ്റത്തും പരിസരങ്ങളിലും അവിടെയുള്ള ആൾക്കാർ മുഴുവൻ പന്തുകളിയും പരിപാടിയാണ്. കൊച്ചുനിക്കറൊക്കെ ഇട്ട് എല്ലാവരും അങ്ങനെ വെയിലടിക്കാനൊക്കെ ആയിരിക്കാം. പക്ഷേ എങ്കിലും ഈ മരിയ കൊരേത്തിയുടെ ഡെഡ് ബോഡി അഴുകാതെ ഇങ്ങനെ അവിടെ ഇരിപ്പുണ്ട്. പക്ഷേ ഈ പള്ളിയിൽ ഒറ്റ മനുഷ്യരും ഇല്ല. കുർബാനയൊക്കെ അന്നത്തെ രാവിലെ കഴിഞ്ഞു പോയി, അധികം പേരൊന്നും ഇല്ലായിരുന്നു. ഇതൊരാഘോഷത്തിൻ്റെ ദിവസമാണ്. അപ്പം ഞാനിങ്ങനെ ചിന്തിച്ചു, ഈ മരിയ കൊരേത്തി ശരീരം പോലും അഴുകാതെ ഇന്നും വിശുദ്ധമായി, ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ സയൻസിനോ പോലും അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഈ ബോഡി അഴുകാതെ ഇരിക്കുമ്പോൾ അവിടെ വന്നവരും ആ നാട്ടുകാരും ആയിരിക്കാം, ആരായാലും ശരി, ആ നാട്ടുകാരൊക്കെ തന്നെ, അവർക്ക് ഇതൊരു വിലയില്ല. ആ ഞായറാഴ്ച ദിവസം പരിശുദ്ധമായി ആചരിക്കാൻ ദൈവം നമ്മോട് പറഞ്ഞിട്ട് അതൊരു വിശ്രമ ദിവസവും അല്ലെങ്കിൽ ഒരു അവധി ദിവസം മാത്രമായി അതിനെ കണ്ടുകൊണ്ട് ദൈവാരാധനയിൽ നിന്നും അകന്നു പോകുന്ന ഒരു ജനതയെ കാണാൻ സാധിച്ചു. കാരണം വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞൊക്കെ ആ വഴിക്ക് പോയി കഴിഞ്ഞാൽ, യൂറോപ്പിലോട്ട് പോയി കഴിയുമ്പോൾ എല്ലാവരും അന്ന് പിന്നെ ഒരു ഉച്ചയാകുമ്പോഴത്തോടെ ഇങ്ങനെ ലീവാണെന്നാണ് പറയുന്നത്. അവർ വലിയ വണ്ടിയിൽ കാരവണൊക്കെ പിടിപ്പിച്ച് ഒത്തിരിങ്ങനെ അവർ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്, വീക്കെൻഡ് ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. ഇപ്പം നമ്മുടെ ഇവിടെയും ഒരുപക്ഷെ ഇന്ന് വീക്കെൻഡ് ആഘോഷിക്കുന്ന പതിവുകളുണ്ട്. അത് രാത്രി വൈകുന്നേരങ്ങളിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു ശൈലി ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ വീക്കെൻഡ് ഇവിടുന്ന് ഒരു വെക്കേഷൻ അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ചിലപ്പോൾ ഊട്ടിക്ക് പോയി, അല്ലെങ്കിൽ കൊടൈക്കനാൽ പോയി, അല്ലെങ്കിൽ എവിടെയാലും പോയി ഒന്ന് സ്വസ്ഥമായിരുന്ന് തിരിച്ചു വരുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളും ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാണ്, ഞാൻ ഇന്ന് നിങ്ങളുടെ പിതാക്കന്മാരോട് കൽപ്പിച്ചതുപോലെ സാബത്ത് ദിവസം നിങ്ങൾ വിശുദ്ധമായി ആചരിക്കണം.
ഇപ്പം സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കണമെന്ന് ദൈവം പറയുമ്പോൾ ഇതിനെ ഒരു വിശ്രമ ദിവസമായിട്ടോ അവധി ദിവസമായിട്ടോ മാത്രം നമ്മൾ ഇന്ന് അതിനെ കാണാൻ പോകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ കുറഞ്ഞു പോകും. പറഞ്ഞേ ഹല്ലേലൂയാം. വരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമുക്കറിയാം മോശയിൽ ദൈവം പുറപ്പാട് സാഹചര്യത്തിൽ ദൈവം 10 പ്രമാണങ്ങൾ നൽകി. 10 പ്രമാണങ്ങൾ മോശയിലൂടെ നൽകുമ്പോൾ അതിൽ 3-ാമത്തെ പ്രമാണം എന്താണെന്നറിയാമോ? സാബത്ത് വിശുദ്ധമായി നിങ്ങൾ ആചരിക്കണം. തിരുസഭയുടെ കൽപ്പനയിലേക്ക് വരുമ്പോൾ 1-ാമത്തെ കൽപ്പന എന്താ? 5 കൽപ്പനയിൽ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും നിങ്ങൾ പരിശുദ്ധമായി അതിനെ ആചരിക്കണം. അപ്പോൾ ഇങ്ങനെ പരിശുദ്ധമായി ഞായർ ദിനങ്ങളെ നമ്മൾ സാബത്ത് ദിവസം ആചരിക്കണമെന്ന് ദൈവം പറയുമ്പോൾ ഇന്ന് അതിനെ ലൈറ്റായിട്ട് എടുക്കുന്ന ഒരു സമൂഹം വളർന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. വരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഇപ്പം ദൈവം നമ്മോട് എന്താണ് പറഞ്ഞത് അതിനെക്കുറിച്ച് നമ്മൾ ആദ്യം കാണണം. ഇതിനെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായം 8, 9, 10, 11 വചനങ്ങൾ. പുറപ്പാടിൻ്റെ പുസ്തകം 20, 8 മുതൽ 11 വരെയുള്ള വചനങ്ങൾ. നമ്മൾ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നമുക്ക് തെറ്റാതെ ഇരിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതങ്ങളിൽ കാഴ്ചപ്പാടുകൾ മാറാം, ചിന്തകൾ മാറാം, മനോഭാവങ്ങൾ മാറാം. പക്ഷെ നമ്മുടെ മനോഭാവങ്ങൾ കറക്റ്റായിരിക്കണമെങ്കിൽ, തെറ്റാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ദൈവവചനത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. അപ്പം അതുകൊണ്ട് നമ്മൾ ദൈവവചനം നമ്മൾ വായിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ 8 മുതലുള്ള വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. സാബത്ത് വിശുദ്ധ ദിനമായി ആചരിക്കണമെന്ന് ഓർമ്മിക്കുക. 6 ദിവസം അധ്വാനിക്കുക, എല്ലാ ജോലികളും ചെയ്യുക. എന്നാൽ 7-ാം ദിവസം നിന്റെ ദൈവമായ കർത്താവിൻ്റെ സാബത്താണ്. അന്ന് നീയോ നിന്റെ മകനോ മകളോ ദാസനോ ദാസിയോ നിന്റെ മൃഗങ്ങളോ നിന്നോടത്ത് വസിക്കുന്ന പരദേശിയോ ഒരു വേലം ചെയ്യരുത്. എന്തെന്നാൽ കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സമസ്തവും സൃഷ്ടിക്കുകയും 7-ാം ദിവസം വിശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് സാബത്ത് ദിനത്തെ അനുഗ്രഹിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്തു. അപ്പം ഞായറാഴ്ച സാബത്ത് ആചരിക്കണമെന്ന് പറയുമ്പോൾ ദൈവം നമ്മോട് പറയുന്ന ദൈവവചനം ഇതാണ്. അപ്പം നമുക്ക് തെറ്റ് വരേണ്ട ആവശ്യമില്ല. ദൈവവചനം പ്രത്യേകമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പം ദൈവവചനം നമ്മൾ മുഖവിലയ്ക്കെടുത്താൽ, അതിന് വില കൊടുത്താൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഞായറാഴ്ച ദിവസങ്ങളിൽ മാറി നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. ഹല്ലേലൂയാം. കറ്റലീന എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ടു. ഒരു ചെറുപ്പക്കാരത്തിക്ക് ഈശോ പ്രത്യക്ഷപ്പെട്ട് ഞായറാഴ്ച ആചരണ ദിവസങ്ങളിൽ ദൈവമക്കൾ വിമുഖത കാണിക്കുന്നതിനെക്കുറിച്ചുള്ള സങ്കടം കർത്താവ് പറഞ്ഞു വെച്ചു. കർത്താവ് ഇങ്ങനെ പറയുകയാണ്, ഒഴിവ് ദിവസങ്ങളിൽ, ഒഴിവ് സമയങ്ങളിൽ നിങ്ങൾ അവധിക്കാലം ചെലവഴിക്കാൻ നിങ്ങൾ എല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അത് 2-3 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 7-8 മാസം കഴിഞ്ഞുള്ള കാര്യങ്ങൾ അവധി വരുമ്പോൾ അത് എങ്ങനെ ചെലവഴിക്കണം എന്ന് നിങ്ങൾ പ്ലാനിങ് നടത്തുന്നവരാണ്. ഹല്ലേലൂയാം. ഹല്ലേലൂയാം. ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ സമ്പന്നരായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ മിക്കവാറും ഒരു കുടുംബം ചൈനയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ വേറൊരു കുടുംബം ജപ്പാനിൽ പോകും, വേറൊരു കുടുംബം അപ്പോൾ അമേരിക്കയ്ക്ക് പോകും. അപ്പോൾ ഇങ്ങനെ പല സ്ഥലങ്ങളിലേക്ക് വെക്കേഷൻ വരുമ്പോൾ പോവുകയാണ്. കാരണം അതങ്ങനെ ഒരു കൾച്ചറായി. കാരണം ഒരാൾ പോയി കഴിഞ്ഞാൽ വേറൊരാൾ പോയി ഇരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ പ്ലാനിങ് ചെയ്യും. അടുത്ത വെക്കേഷൻ ഇവിടെയാണ്, അങ്ങനെ പ്ലാൻ ചെയ്യും. അപ്പോൾ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് ഈശോ പറയുകയാണ്. അങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാൽ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്ന് എന്നെ ആരാധിക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് ഈശോ ചോദിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. വരതിരുമേർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാം. ഇപ്പോൾ സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം, ഈശോയുടെ വേദന ഈശോ പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ ദീപികാരുണ്യത്തിൽ ഈശോയെ സന്ദർശിക്കാൻ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത കർത്താവിനെ ആരാധിക്കാൻ നമ്മൾ നമ്മുടെ ദിവസങ്ങളെ പ്ലാൻ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്ന് ഈശോ പറയുകയാണ് ഈ കറ്റലീന എന്ന് പറയുന്ന സഹോദരിലൂടെ. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം.
അപ്പം അങ്ങനെ പ്ലാൻ ചെയ്യുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കും. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ നിത്യാരാധന ചാപ്പലുണ്ട്. 2018 ആരംഭിച്ച ഒക്ടോബർ മാസം 1-ാം തീയതി ആരംഭിച്ച അന്ന് മുതൽ ഇന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഡേ ആൻഡ് നൈറ്റ് നിത്യാരാധന ഇവിടെയുണ്ട്. അപ്പോൾ ഈ നിത്യാരാധനയിൽ പങ്കെടുക്കാൻ അനേകം ആൾക്കാർ ഇവിടെ വന്ന് താമസിച്ച് പങ്കെടുത്തിട്ടുണ്ട്. എവിടുന്ന് വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും ഇവിടെ വന്നിരുന്ന ദീപികാരനെ ആരാധനയിൽ പങ്കെടുക്കാം, സംസാരിക്കാതെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെയുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രീ ആണ്, താമസം ഭക്ഷണം എല്ലാം ഫ്രീ കൊടുക്കുകയാണ്. കാരണം എന്താണെന്നറിയാമോ? നിത്യാരാധനയിൽ ഈശോയുടെ അടുക്കൽ വന്നിരുന്ന് ഈശോയെ സ്നേഹിക്കുകയും ആരാധിക്കുകയും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നതിലൂടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന തിരിച്ചറിവ് ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ ഇവിടെ നിത്യാരാധന ആരംഭിച്ചത്. ഇവിടെ ഈ സ്ഥലം 2018 സെപ്റ്റംബർ മാസം 20-ാം തീയതി പിതാവ് അറിയിച്ചു, നിങ്ങളെ ഇത് കരിസ്മാറ്റിക് ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതെടുത്തോളാൻ പറഞ്ഞു. രൂപത കരിസ്മാറ്റിക് പ്രവർത്തനത്തിന് വേണ്ടി ഇത് ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഉപയോഗിക്കാനായിട്ട് തന്നു കഴിഞ്ഞപ്പോൾ സെപ്റ്റംബർ മാസം 20-ാം, അപ്പോൾ അന്ന് ടീമിൽ 150ഓളം പേരുണ്ട്. ഈ കരിസ്മാറ്റിക് ടീമിൽ 150ഓളം പേരുണ്ട്. അപ്പോൾ അവരെ ഞാൻ വിളിച്ചു കൂട്ടി അവരോട് പറഞ്ഞു, ഇങ്ങനെ നമുക്ക് ഈ സ്ഥലം കിട്ടാൻ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ സ്ഥലം കിട്ടും, അതുകൊണ്ട് ഈ സ്ഥലം നമുക്കിവിടെ വെറുതെ ഇടാൻ പറ്റില്ല. ഞാനന്ന് ചന്ദ്രനൂർ പള്ളിയിലെ വികാരിയാണ്. അപ്പം ഞാൻ ആ ടീമിൽ അംഗങ്ങളോട് പറഞ്ഞു, ഇവിടെ ഇങ്ങനൊരു സ്ഥലം കിട്ടും, ഞാൻ ചന്ദ്രനഗർ താമസിക്കും, നിങ്ങൾ വീടുകളിലോട്ട് താമസിക്കും, വല്ലപ്പോഴും ഇവിടെ എത്തി നോക്കിയിട്ട് കാര്യം നടക്കില്ല. ഇത് നമ്മുടെ ആണെങ്കിൽ കർത്താവ് ഇത് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, പിതാക്കന്മാരിലൂടെ ഇത് അനുവദിച്ച് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പദ്ധതി ഇവിടെ നടക്കാൻ നമ്മൾ സഹകരിക്കണം. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് 10 ദിവസം കൊണ്ട് ഈ ചാപ്പൽ മാത്രം പെയിൻറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് അപ്പോൾ ഒരു അരളിക്കായൊക്കെ മേടിച്ച് എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഇരിപ്പുണ്ടായിരുന്നു. അതായത് എവിടെയെങ്കിലും നിത്യാരാധന 24 hours നടത്തണം, ആരംഭിക്കണമെന്ന് മനസ്സിൽ അതിൻ്റെ സ്വപ്നം ഉണ്ടായതുകൊണ്ട് സ്ഥലമൊന്നുമില്ല. പക്ഷേ അരളിക്ക മേടിച്ച് വെച്ച് ആദ്യം ഹല്ലേലൂയ 24 മണിക്കൂറും ആരാധന നടത്താൻ ട്രിച്ചി പോയപ്പോൾ ജവമാല സഖ്യസേനയ്ക്ക് മുത്ത് മേടിക്കാൻ പോകുമ്പം അവിടെ വെച്ച് 12,000 ഓർത്തൊരു ഒരുമാതിരി ചെറിയൊരു അരളിക്ക അവിടെ വെച്ച് കണ്ടപ്പോൾ അത് മേടിച്ചു. എന്തിനാണെന്നറിയാമോ? 24 hours നിത്യാരാധന തുടങ്ങാൻ നമുക്ക് സ്ഥലമില്ല, നമുക്ക് സ്ഥലം മേടിക്കാനും കപ്പാസിറ്റി ഇല്ല. കരിസ്മാറ്റിക് ടീം ദുർബലമായ ടീം ഇപ്പോഴും അങ്ങനെ തന്നെ സാമ്പത്തികമായിട്ട്, അപ്പോൾ നമുക്ക് നടത്താനായിട്ട് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും അരളിക്ക കണ്ടപ്പോൾ അത് മേടിക്കാമെന്ന് പറഞ്ഞ് 12,000 രൂപ മുടക്കി ഒരു ചെറിയ അരളിക്ക മേടിച്ച് വെച്ചു. അതെൻ്റെ മുറിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചന്ദ്രനാർ പള്ളിയിൽ എൻ്റെ മുറിയിൽ അങ്ങനെ വെച്ചിരിക്കുക. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഈ അരളിക്ക വെച്ച് ആരാധന 24 hours നടത്താൻ ഒരു സ്ഥലം തരണം. ഇത് മേടിക്കാനുള്ള കപ്പാസിറ്റി എനിക്കോ ടീം അംഗങ്ങൾക്കോ ഇല്ല, പക്ഷേ അതിന് പറ്റിയ ഒരു ബിൽഡിങ് തന്ന് ഒരു സ്ഥലം തന്ന് കർത്താവ് ഇടപെടണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവിടെ ഇങ്ങനെ ഈ സ്ഥലം ഉണ്ടെന്നറിയാം. ഞാൻ രാവിലെ ചന്ദ്രനൂർ പള്ളിയിൽ നിന്ന് സൈക്കിൾ ചവിട്ടി ഒരു 4:30 സമയത്ത് ഞാൻ കത്തീഡ്രൽ പള്ളിയിലേക്ക് സൈക്കിൾ ചവിട്ടും രാവിലെ. എന്തിനാണെന്നറിയാമോ? അവിടെ ഇരുമ്പം പിതാവ് ശവകല്ലറ അവിടെയുണ്ട്. ഇരുമ്പം പിതാവിൻ്റെ കല്ലറ കൂടി ശവകുടീര ഓടിയാണ്. പുണ്യശ്ലോകനായ വിശുദ്ധനായ പിതാവാണെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ഈ പിതാവ് താമസിച്ച് ഈ ബിൽഡിങ് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്നും അറിയാം. ഇവിടെ ഇങ്ങനെ ഈ മലമ്പുഴയിൽ ഈ ബിൽഡിങ് ഇവിടെ ഉണ്ടെന്നറിയാം. അതുകൊണ്ട് ഈ ചന്ദ്രനാർ പള്ളിയിൽ നിന്നും കത്തീഡ്രൽ പള്ളിയിലേക്ക് രാവിലെ 4:15 കഴിയുന്ന സമയത്ത് ഞാൻ സൈക്കിൾ ചവിട്ടി ചെല്ലും. അപ്പോൾ അവിടെ ചെന്ന് ഗ്രോട്ടായി നിന്ന് 1-2 രഹസ്യങ്ങൾ കൊണ്ടേ ചൊല്ലി കത്തീഡ്രൽ പള്ളിയിലേക്ക് തിരിഞ്ഞ് നിന്ന് പ്രാർത്ഥിച്ച് അവിടെ അടക്കം ചെയ്ത ഇരുമ്പംപിതാവിൻ്റെ കല്ലറയിലേക്ക് അങ്ങനെ നോക്കി ഞാൻ അങ്ങനെ അപ്പോൾ കപ്പിയാർ വന്ന് പള്ളി തുറന്ന് കാണും. ആ സമയത്ത് കപ്പിയാർ തുറക്കും. അപ്പോൾ ഞാൻ അകത്ത് കയറില്ല, ഞാൻ സൈക്കിൾ ഓട്ടി ചെല്ലുന്ന കാണണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഗ്രോട്ടോയി മുറ്റത്ത് എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും, ഇരുമ്പംപിതാവിൻ്റെ മാധ്യസ്ഥയിൽ പ്രാർത്ഥിക്കും. ഇരുമ്പംപിതാവ് താമസിച്ച ഈ സ്ഥലം ഈ നിത്യാരാധന ആരംഭിക്കാൻ രൂപത കരിസ്മാറ്റിക് പ്രവർത്തനത്തിന് തരാൻ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഏതാണ്ട് ഒരു 2 വർഷത്തോളം ഞാൻ സാധിക്കുന്ന ദിവസങ്ങളിൽ എല്ലാം പോയി അവിടെ സൈക്കിൾ ഓട്ടി ചെന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് 2018 സെപ്റ്റംബർ മാസം 20-ാം തീയതി ഈ അരളിക്ക വെക്കാനുള്ള ഒരു സ്ഥലം പിതാവിലൂടെ കർത്താവ് അനുവദിച്ചു തരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. വരരുമേർത്ത് പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പോൾ അത് കഴിഞ്ഞ് ടീമിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഒക്ടോബർ 1-ാം തീയതി രാവിലെ 6:30 ഇവിടെ പരിശുദ്ധ കുർബാന അർപ്പിക്കും. അതിനുശേഷം നിത്യാരാധനയ്ക്ക് അരളിക്കയിൽ ഈശോയെ അവിടെ എഴുന്നള്ളിച്ച് വെക്കും. അപ്പോൾ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ എന്നോട് ടീമിലെ പ്രമുഖ ചേട്ടന്മാർ ചോദിച്ചു, ഇവിടെ ആര് വന്നിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ചെയ്തേ ചോദിച്ചു. ഞാൻ പറഞ്ഞു അതെനിക്കറിയത്തില്ല.
അത് നിങ്ങളിരിക്കുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് ആരിയ്ക്കുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് നിങ്ങളിരിക്കും, നിങ്ങളിവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞു. കാരണം വേറെ ആരുമില്ല, ഇത് കിട്ടിയിട്ട് നമുക്ക് അങ്ങനെ ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ ചേട്ടന്മാർ, ആ ടീമിലുള്ളവർ, ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ഉണ്ട്. അവർ സന്തോഷത്തോടെ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാച്ചാന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഇവിടെ നിത്യാരാധന ആരംഭിക്കുകയാണ്. ഞാനന്ന് ചന്ദ്രനേർ പള്ളിയിൽ നിന്ന് കുറച്ച് ചേട്ടന്മാരെയും വിളിച്ചു. ടീം അംഗങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വന്ന് രാവിലെ 6:30 കുർബാന അർപ്പിച്ചു. നിത്യാരാധന അത് കഴിഞ്ഞ ശേഷം പള്ളിയിൽ താഴത്തെ ചാപ്പലിൽ, ഇപ്പോഴത്തെ നിത്യാരാധന ചാപ്പലിൽ എഴുന്നള്ളിച്ച് വെച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നു. അത് കഴിഞ്ഞ് ആൾക്കാരൊന്നു ഈ സമയത്ത് ഒരു ചേട്ടനെ ഇവിടെ നമ്മൾ റെഡിയാക്കി കഞ്ഞി വെക്കാൻ ഒരു കരിയൊക്കെ മേടിച്ചു കൊടുത്തു. കുറച്ച് അച്ചാറും പയറൊക്കെ മേടിച്ചു കൊടുത്തു, ഇവിടെ പ്രാർത്ഥിക്കാൻ വരുന്നവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കാൻ. അപ്പോൾ അങ്ങനെ പിന്നീട് ഇങ്ങനെ മാറി മാറി ആൾക്കാർ വരാൻ തുടങ്ങി, ടീമംഗങ്ങൾ വരാൻ തുടങ്ങി, മീറ്റിങ്ങുകൾ കൂടാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടൊരു ഇടപെടൽ ഇവിടെ ഉണ്ടാവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം. വരതിരുമേർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അന്നുണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഇതാണ്. ഈ നിത്യാരാധനയിൽ 24 മണിക്കൂറും ഏത് ദേശത്തു നിന്നും രാജ്യത്തു നിന്നാണെങ്കിലും ഇവിടെ വന്ന് ഫ്രീ ആയിട്ടിരുന്ന് പ്രാർത്ഥിക്കാം. ഇവിടെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു പോയവരുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് വന്നവരുണ്ട്, അമേരിക്കയിൽ നിന്ന് വന്നവരുണ്ട്, ഗൾഫിൽ നിന്ന് വരുന്നവരുണ്ട്, മിഡിൽ ഈസ്റ്റ് പല മേഖലകളിൽ നിന്ന് വരുന്നവരുണ്ട്, കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നുണ്ട്, ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും വിവിധ ഭാഷക്കാർ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു വിടുന്ന പോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ സ്നേഹമുള്ളവരെ, അനേകം വ്യക്തികളുടെ ജീവിതങ്ങളിൽ ദീപികാരന് ഈശോയ്ക്ക് അനുഗ്രഹം ചെയ്യാൻ പറ്റും എന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ട് ഇങ്ങനെ ദൈവം ഈ ഒരു ശുശ്രൂഷാ കേന്ദ്രം, ഇത് നമുക്കറിയാം, ഇത് പഴയ പ്രീസ്റ്റ് ഹോമാണ്, റിട്ടയർഡ് അച്ഛന്മാർ താമസിച്ച പ്രീസ്റ്റ് ഹോമാണ്. ഇത് വെറുതെ പൊട്ടിപ്പൊളിഞ്ഞ് കിടന്ന സ്ഥലമാണ്. പക്ഷേ ഈ സ്ഥലത്തെ കർത്താവിന് ഇതിനെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ടായിരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം. വരതിരുമരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യമില്ല. അന്നു മുതൽ നിത്യാരാധന ചാപ്പലിൽ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ആദ്യത്തെ 2018 ഡിസംബർ മാസം 24-ാം തീയതി ഒരു ബുദ്ധിമുട്ടുണ്ടായി. എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പള്ളി വികാരിയാണ്, നമ്മുടെ ടീമിലുള്ള ചേട്ടന്മാർ മുഴുവൻ കുടുംബസ്ഥരാണ്. അപ്പോൾ ഇവരോട് ഇവിടെ വന്നിരുന്ന് ഇരിക്കാൻ പറയാൻ പറ്റില്ല. 24-ാം തീയതി വൈകുന്നേരം, അതായത് രാത്രി, എനിക്ക് വൈകിട്ട് കുർബാനയുണ്ട്, നേരം വെളുത്തിട്ടും പള്ളി കുർബാനയുണ്ട്. അപ്പോൾ ഈ കുർബാനയുടെ സമയത്ത് വൈകുന്നേരം ആ രാത്രിയിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരെയും കിട്ടാനില്ല. എന്നാൽ പിറ്റേ ദിവസം രാവിലെ 25-ാം തീയതി രാവിലെ 10 പേര് 6 മണിയാകുമ്പോൾ ഇവിടെ വരികയും ചെയ്യും. പക്ഷേ വൈകുന്നേരം ഏതാണ്ട് 4 മണി തൊട്ട് ഈ പുലർച്ചെ നേരം വെളുക്കുന്നതോടെ വരെയില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു, പല രീതിയിൽ ടീമംഗങ്ങൾ പലരും അന്വേഷിച്ചു. ചേട്ടന്മാർ ഇവിടെ വന്ന് ചേട്ടന്മാർ ഇരുന്നാൽ നല്ല ക്രിസ്മസിൻ്റെ ദിവസം ചേട്ടന്മാർ സമ്മതിക്കുമോ? അത് വീട്ടിൽ നിന്ന് വിടില്ല, അല്ലെങ്കിൽ അതൊരു വിഷമമാണ്. അപ്പോൾ എനിക്ക് നിർബന്ധിക്കാനും പറ്റില്ല. അപ്പോൾ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാ രീതിയിലും അന്വേഷിച്ചിട്ടും ഒരാളെ പോലും കിട്ടാനില്ല. അപ്പോൾ അങ്ങനെ മനസ്സോടെ വൈകുന്നേരം 4 മണിക്ക് ഞാൻ ആരാധന ക്ലോസ് ചെയ്യാൻ വരികയാണ്. ഇവിടെ വന്ന് ആരാധന ക്ലോസ് ചെയ്യാൻ വേണ്ടി വന്നു. കാരണം നേരം വെളുക്കുമ്പം ആരാധന വീണ്ടും തുടങ്ങാം, പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളുടെ സ്വപ്നമാണത്, കർത്താവിൻ്റെ സ്വപ്നമാണ്. ഇത് കർത്താവിൻ്റെ ഒരു സ്വപ്നം ഉണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മുടെ സ്വപ്നം അനുസരിച്ച് നടക്കില്ല. ഒരു മാനുഷികമായിട്ട് നോക്കി ശ്രമിച്ച് ഒറ്റ മനുഷ്യനെ കിട്ടാനില്ല. എനിക്ക് പള്ളി വികാരി ആയതുകൊണ്ട് പോരാനും പറ്റില്ല. ക്രിസ്മസിൻ്റെ കുർബാന വേണ്ടേ, നേരം വെളുത്തിട്ട് കുർബാനയുണ്ട്, രാത്രിയിലുണ്ട്, ഇതെല്ലാം ഉണ്ട്, വൈകിട്ട് കുമ്പസാരമുണ്ട്, അങ്ങനെ എല്ലാ കാര്യമുണ്ട്. അങ്ങനെ എന്തായാലും ഞാനും ഒരു ചേട്ടനും കൂടി ഇവിടെ വന്നു ഈ ആരാധന ക്ലോസ് ചെയ്യാമെന്ന് വിചാരിച്ചു. വൈകിട്ട് 4 മണിക്ക് ആരാധന ക്ലോസ് ചെയ്ത് പോകാം. മനപ്രയാസത്തോടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പൂട്ടൊന്നും ഇല്ല ഈ സംവിധാനത്തിന്. അപ്പോൾ എന്തായാലും ഗേറ്റൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ പൂട്ടി പോകാൻ വേണ്ടി ഇവിടെ വന്ന് പള്ളിയിൽ വന്ന് കയറുമ്പോൾ വയസ്സായ ഏതാണ്ട് ഒരു 10, 70, 75, 80ഓളം വയസ്സ് പ്രായമുള്ള ഒരു ചേട്ടനും 75 പ്രായമുള്ള ഒരു അമ്മച്ചി അവിടെ പള്ളിയിൽ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ പള്ളിയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ച് ഈ അപ്പച്ചനെ പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എവിടുന്ന് വന്നവരാന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ വടക്കഞ്ചേരി ഫൊറോന പള്ളിക്കാരാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇവിടെ ആരാധന ഉണ്ടെന്ന് ആര് പറഞ്ഞാന്നോ? അതൊക്കെ ഞങ്ങൾക്ക് അറിയാച്ചാന്ന് പറഞ്ഞു, ഞങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ പോകുമോ എന്ന് ചോദിച്ചു. ഞാൻ ആരാധന ക്ലോസ് ചെയ്ത് ഗേറ്റൊക്കെ പൂട്ടി പോകാൻ വേണ്ടിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ഈ രാത്രി മുഴുവൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നവരാന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഈ രാത്രി മുഴുവൻ ഇവിടെ ഇരുന്ന് നിത്യാരാധന പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാന്ന് പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞ് ഞങ്ങളുടെ മക്കൾ ക്രിസ്മസിൻ്റെ അവധിക്ക് വരുമെന്ന് പറഞ്ഞിരുന്നു, അവർ വരുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെയാണെങ്കിൽ ക്രിസ്മസ് രാത്രി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ച് ഒരു 2 ദിവസം പ്രാർത്ഥിച്ച് ഇവിടുന്ന് പോകാം എന്ന് വിചാരിച്ച് ഞങ്ങൾ വന്നതാന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയ. തിരുവരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സ്വപ്നമുണ്ട്. ദൈവത്തിൻ്റെ സ്വപ്നമാണ് ഇവിടെ ഈ നിത്യാരാധന 24 hours നടക്കണമെന്നുള്ളത്. അതുകൊണ്ട് ദൈവം നമ്മുടെ മാനുഷികമായി ഞാൻ നോക്കിയിട്ടോ ടി വിയിലുള്ളവർ നോക്കിയിട്ടോ നടക്കാത്ത കാര്യം കർത്താവ് വയസ്സായ അപ്പച്ചനെയും അമ്മച്ചയും ഇവിടെ കൊണ്ടുവരികയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പോൾ സ്നേഹമുള്ളവരെ ഞാൻ ഈ പറഞ്ഞു വരുന്ന വേറൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഇതിനോടനുബന്ധിച്ച് വേറൊരു കാര്യം പറയാം. ഈ നിത്യാരാധനയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ ഇപ്പോൾ ഒരു വിഷമവും ഇല്ലാത്ത രീതി ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം ഒരു ചേട്ടൻ ഇവിടുന്ന് നിത്യാരാധനയിൽ ഇവിടെ 24 മണിക്കൂറും ആരാധന ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇവിടെ ഒരു ചേട്ടൻ വന്ന് സ്കൂട്ടറിന് വന്നു. ആ ചേട്ടൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനിങ്ങനെ നിത്യാരാധനയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടമുള്ളൊരു ചേട്ടനാണെന്ന് പറഞ്ഞു. ഞാനതുകൊണ്ട് എൻ്റെ അടുത്തുള്ള നിത്യാരാധന ചാപ്പലിൽ പോയി ഞാൻ ദിവസവും ഏതാണ്ട് 2 മണിക്കൂറോളം ഇരുന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. 2 മണിക്കൂർ ഡെയിലി പോയിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ ഇവിടെ ഇങ്ങനെ നിത്യാരാധന ഉണ്ട് എന്ന് അറിയിച്ചതെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു പോസ്റ്റർ എനിക്ക് വിട്ടു തന്നെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ വന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ നിത്യാരാധന നടക്കുന്ന ഈ സ്ഥലമൊക്കെ ഒന്ന് കണ്ട് ഇവിടെ എല്ലാം ഒന്ന് നോക്കി ഇവിടെ നിന്ന് കുറച്ച് നേരം പ്രാർത്ഥിച്ചിട്ട് വന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഇഷ്ടമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുള്ളി പറഞ്ഞു ഇത് നല്ല ശാന്തമായ സ്ഥലമാണ്, നല്ല ശാന്തമായ സ്ഥലം. അപ്പോൾ ഈ ശാന്തമായ സ്ഥലത്ത് വന്നിരുന്ന് നിത്യാരാധനയിൽ പ്രാർത്ഥിക്കണം, കർത്താവിനെ ആരാധിക്കണം എന്ന് എനിക്ക് വലിയ ഒരു ആഗ്രഹമാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി പറഞ്ഞു ഞാൻ അങ്ങനെയാണ് ആഴ്ച 3 ദിവസം വരുമെന്ന് പറഞ്ഞു. ആഴ്ച 3 ദിവസം വരാൻ തുടങ്ങി. ആഴ്ച 3 ദിവസം വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ചേട്ടൻ പറഞ്ഞു ഞാൻ ഇനി 1.5 ദിവസം ഇവിടെ വന്നോളാം. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. തിരുവരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം. 1.5 ദിവസം വൈകുന്നേരം ഇവിടെ വന്ന് രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു പോകുന്നൊരു ചേട്ടനും കൂടെ ഉണ്ട്. ആ ചേട്ടൻ ഒരു ബിസിനസ്സുകാരനാണ്, നല്ലൊരു ബിസിനസ്സുകാരനാണ്. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു ഞാനിവിടെ വന്നിരിക്കുന്നത് എൻ്റെ ബിസിനസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, അല്ലെങ്കിൽ ഒരു ഭൗതികമായ അനുഗ്രഹത്തിന് വേണ്ടി അല്ല ഞാനിവിടെ വരുന്നത്, മറിച്ച് നിത്യാരാധനയിലുള്ള കർത്താവിനോടുള്ള ഒരു സ്നേഹം എൻ്റെ ഹൃദയത്തിൽ കത്തി ജ്വലിക്കുന്നത് കൊണ്ട് ഞാനിവിടെ വരുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞേ ഹല്ലേലൂയാം. തിരുവരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. സ്നേഹമുള്ള ഒരു 1.5 ദിവസം ഇവിടെ വന്ന് രാത്രി വന്നിരുന്ന് പ്രാർത്ഥിച്ച് രാവിലെ ഏറ്റുപോകും. അപ്പോൾ എന്നോട് പറയാണ്, ഇത്രയും ദിവസം വന്നിട്ടും എന്നോട് പറയാണ് ആരോഗ്യത്തിന് ഒരു പ്രശ്നവും ഇല്ല, ആരോഗ്യത്തിന് ഒരു പ്രശ്നമില്ലാതെ കർത്താവ് ഈ സഹോദരൻ്റെ ആരോഗ്യത്തെയും കുടുംബത്തെയും പരിപാലിക്കുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം. തിരുവരുത്തി പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം സ്നേഹമുള്ളവരെ ദൈവം ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കും, ഹൃദയത്തെ ജ്വലിപ്പിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ അത് ഭൗതികമായ അനുഗ്രഹത്തിന് വേണ്ടിയല്ല, കർത്താവിനോടൊപ്പമായിരിക്കാൻ ആ സ്നേഹത്തിൽ വളരാനുള്ള ആഗ്രഹം കൊണ്ട് കർത്താവ് അനേകരെ കൂട്ടിക്കൊണ്ടുവരുന്ന നാളുകളാണിത്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതൊരു കാര്യം. വേറെ ഇവിടെ വന്നിരുന്ന നമ്മൾ പ്രത്യേകിച്ച് ഒരു നിർദ്ദേശം കൊടുക്കാതെ ഇവിടെ വന്നിരുന്ന ദിവസങ്ങൾ പ്രാർത്ഥിക്കാൻ ആൾക്കാർ ദൈവം കൊണ്ടുവരുന്നുണ്ട്. അപ്പം കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് ദൈവം ഓരോ വ്യക്തികളെ കൊണ്ടുവരും. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന് വചനം പറയുന്നുണ്ട്. 24-ാമത്തെ വചനം, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നമുക്ക് ഒരുമിച്ച് വായിക്കാം. എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. ഇപ്പം സ്നേഹമുള്ളവരെ, കർത്താവിൻ്റെ സാന്നിധ്യമുള്ള പള്ളികളിൽ, നിത്യാരാധന ചാപ്പലുകളിൽ, ഇടവുകളിൽ നമ്മൾ പോയിരിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കർത്താവ് മോശയിലൂടെ അരുളി ചെയ്യുകയാണ്, നമ്മൾ ദേവാലയത്തിൽ പോയി സാബത്ത് ആചരിക്കണം, പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കണം. പരിശുദ്ധ കുർബാന ഒരു ഞായറാഴ്ച ദിവസങ്ങൾ ഒരു അവധി ദിവസമോ വിശ്രമ ദിനമായിട്ട് മാത്രം നമ്മളതിനെ കരുതി അതിനെ അധപ്പതിപ്പിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം.
അതുകൊണ്ടാണ് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 31-ാമത്തെ അധ്യായം 12 മുതലുള്ള വചനങ്ങൾ, പുറപ്പാടിൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 12 മുതലുള്ള വചനങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. പുറപ്പാടിൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 12 മുതലുള്ള വചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ ജനത്തോട് പറയുക, നിങ്ങൾ എൻ്റെ സാബത്ത് സൂക്ഷ്മമായി ആചരിക്കണം. എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഇതെനിക്കും നിങ്ങൾക്കും മധ്യേ തലമുറ തോറും അടയാളമായിരിക്കും. നിങ്ങൾ സാബത്ത് ആചരിക്കണം, കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമായ ഒരു ദിവസമാണ്. അതിനെ അശുദ്ധമാക്കുന്നവൻ വധിക്കപ്പെടണം. അന്ന് ജോലി ചെയ്യുന്നവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. 6 ദിവസം ജോലി ചെയ്യണം, എന്നാൽ 7-ാം ദിവസം സാബത്താണ്, കർത്താവിന് വിശുദ്ധമായ വിശ്രമദിനം. സാബത്ത് ദിവസം ജോലി ചെയ്യുന്നവൻ വധിക്കപ്പെടണം. ഇസ്രായേൽ ജനം ശാശ്വതമായ ഒരു ഉടമ്പടിയായി തലമുറകൾ തോറും ആചരിക്കണം. ഇതെനിക്കും ഇസ്രായേൽ ജനത്തിന് മധ്യേ ശാശ്വതമായ ഒരടയാളമാണ്. കർത്താവ് 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയെ സൃഷ്ടിക്കുകയും 7-ാം ദിവസം ജോലിയിൽ നിന്ന് വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തതിൻ്റെ അടയാളം. അപ്പം ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, നമ്മൾ സാബത്ത് ആചരിക്കണം. അത് കർത്താവ് നമ്മെ രക്ഷിച്ചതിൻ്റെ ദിനമാണ്, നമ്മെ വിശുദ്ധീകരിക്കുന്ന ദിനമാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ആ ശക്തമായിട്ടുള്ള കരത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതങ്ങളിൽ നടക്കുന്ന ദിവസമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമുക്കറിയാം, യഹൂദന്മാർ സാബത്ത് ആചരിക്കുന്ന 8-ാം ദിവസമാണ്. അപ്പോൾ പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞുവെങ്കിൽ ഇന്ന് നമ്മൾ സാബത്തായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ ക്രൈസ്തവർക്ക് ഞായറാഴ്ച ദിവസം സാബത്തായി ആചരിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അപ്പസ്തോല പ്രവർത്തനം 20-ാമത്തെ അധ്യായം 7-ാമത്തെ തിരുലിഖിതങ്ങളിൽ അപ്പസ്തോലന്മാരുടെ കാലം മുതൽ അങ്ങനെ കർത്താവിൻ്റെ ദിവസമായി ഞായറാഴ്ച ദിവസത്തെ ആചരിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. നമുക്കൊരുമിച്ച് വായിക്കാം. ആഴ്ചയുടെ ആദ്യ ദിവസം അപ്പം മുറിക്കാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്നു. അടുത്ത ദിവസം യാത്ര ചെയ്തു. അപ്പോൾ ആഴ്ചയുടെ 1-ാം ദിവസങ്ങൾ അപ്പസ്തോലന്മാർ അപ്പം മുറിക്കാൻ, പരിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരുമിച്ച് കൂടിയെന്ന് പറയാണ്. അങ്ങനെയുള്ളൊരു പാരമ്പര്യം. അതിന് കാരണം എന്ന് പറയുന്നത് യൂക്കാറ്റ് എന്ന് പറയുന്ന യുവജന മതബോധന ഗ്രന്ഥം അതിൻ്റെ 187-ാമത്തെ ഖണ്ഡികയിൽ ബെനഡിക്ട് 16 പാപ്പ പറയുന്നുണ്ട്, ഞായറാഴ്ച ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന ചോദ്യത്തിൽ ഉത്തരം പറയുന്നുണ്ട്. ക്രൈസ്തവ കാലത്തിൻ്റെ കേന്ദ്രം ഞായറാഴ്ചയാണ്. കാരണം ഞായറാഴ്ച ദിവസം നാം ക്രിസ്തുവിൻ്റെ ഉത്ഥാനം ആഘോഷിക്കുന്നു. ഓരോ ഞായറാഴ്ചയും സൂക്ഷ്മ രൂപത്തിലുള്ള ഉയർപ്പ് തിരുനാളാണ്. ഞായറാഴ്ചയെ അവഗണിക്കുകയോ റദ്ദാക്കുകയോ ചെയ്താൽ ആഴ്ചയിൽ തൊഴിൽ ദിനങ്ങൾ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ഇപ്പോൾ കർത്താവായ യേശുവിൻ്റെ ഉത്ഥാനം നടന്നത് ആദ്യ ദിവസമാണ്. അപ്പോൾ അത് ഞായറാഴ്ചയാണ്. അപ്പം ഞായറാഴ്ചയായ ആ ദിവസം കർത്താവിൻ്റെ സാബത്തായി ക്രിസ്ത്യാനികൾ ആഘോഷിക്കണമെന്ന് ദൈവം തന്നെ പറയുകയാണ്. അപ്പോൾ യുവജന മതബോധന ഗ്രന്ഥത്തിൽ 219-ാമത്തെ ഖണ്ഡികയിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. യുവജന മതബോധന ഗ്രന്ഥം യൂക്കാറ്റ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 525ഓളം ചോദ്യങ്ങൾ CCCയുടെ വെളിച്ചത്തിൽ മാർപ്പാപ്പ ബെനഡിക്ട് 16 പാപ്പ ചോദ്യരൂപത്തിൽ 525ഓളം ചോദ്യങ്ങൾക്ക് യുവാക്കന്മാർക്ക് ക്രൈസ്തവ വിശ്വാസത്തെക്കുറിച്ച് എന്താണ് എന്ന് ഒരു ചെറിയ രൂപത്തിൽ ഉത്തരം നൽകുന്നതാണ്. അതിൽ 219-ാമത്തെ ഖണ്ഡികയിൽ പറയുന്നുണ്ട്, ഒരു കത്തോലിക്ക ക്രൈസ്തവൻ എന്നൊക്കെയാണ് കുർബാന ആഘോഷത്തിൽ പങ്കുചേരേണ്ടത്, അത് കൂടെ കൂടെ പങ്കുചേരണമോ? ഒരു കത്തോലിക്കനായ ക്രൈസ്തവൻ വിശുദ്ധ കുർബാനയിൽ എന്നൊക്കെ പങ്കുചേരണം, കൂടെ കൂടെ വേണോ അതോ ഏതെങ്കിലും പ്രത്യേക ദിവസമുണ്ടോ? അപ്പം അതിനെക്കുറിച്ച് പറയുമ്പോൾ മാർപ്പാപ്പ ഉത്തരം പറയാം, എല്ലാ ഞായറാഴ്ചയും കടമുള്ള എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ കത്തോലിക്ക ക്രൈസ്തവൻ കടപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞായറാഴ്ചയും കടമുള്ള ദിവസങ്ങളിലും ഒരു കത്തോലിക്ക ക്രൈസ്തവൻ പങ്കെടുത്തിരിക്കണം. എന്നിട്ട് മാർപ്പാപ്പ വീണ്ടും പറയുന്നൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ സൗഹൃദം യഥാർത്ഥത്തിൽ അന്വേഷിക്കുന്ന ആരും യേശുവിൻ്റെ വിരുന്നിലേക്കുള്ള ക്ഷണം, വ്യക്തിപരമായ ക്ഷണം
കൂടെ കൂടെ പ്രത്യുത്തരിക്കും. അപ്പം യേശുവിൻ്റെ ക്ഷണത്തോട് വ്യക്തിപരമായ ഒരു ക്ഷണം, യേശുവിൻ്റെ സൗഹൃദം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിയും വ്യക്തിപരമായി യേശു വിശുദ്ധ കുർബാനയിലേക്ക് ക്ഷണിക്കുമ്പോൾ, വിരുന്നിലേക്ക് ക്ഷണിക്കുമ്പോൾ കൂടെ കൂടെ അതിനോട് പ്രത്യുത്തരിക്കുമെന്ന് പറയുകയാണ്. അപ്പോൾ യേശുവിൻ്റെ സൗഹൃദം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണോ എങ്കിൽ വിശുദ്ധ കുർബാനയിൽ നിരന്തരം പങ്കെടുക്കണമെന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം അതിന് ശേഷം ബെനഡിക്റ്റ് പാപ്പ പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഞായറാഴ്ച കടമ എന്ന പ്രയോഗം യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അനുചിതമായ ഒരു പ്രയോഗമാണ്. ഞായറാഴ്ച കടമ എന്ന പ്രയോഗം യഥാർത്ഥ ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അത് അനുചിതമാണ്. എന്നിട്ട് പാപ്പ പറയുക, യഥാർത്ഥത്തിൽ സ്നേഹബന്ധത്തിൽ ഉള്ള ഒരാൾ ചുംബന കടമ എന്ന് പറയുന്നത് പോലെയാണ് അത്. മനസ്സിലായോ? ഹല്ലേലൂയ. അപ്പം യഥാർത്ഥത്തിൽ സ്നേഹമുള്ള ഒരാളോട് ചുംബിക്കാൻ ഒരു കടമ വെച്ച് രാവിലെയോ വൈകിട്ടോ അല്ലെ എപ്പോഴേലും എന്ന് പറയേണ്ട കാര്യമില്ലോണ്ടോ? അപ്പം എന്ന് പറയുന്നവരാണ്. അപ്പം യേശു ക്രിസ്തുവിൻ്റെ സൗഹൃദം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി യേശു ക്രിസ്തുവിൻ്റെ വിരുന്നിലേക്കുള്ള വ്യക്തിപരമായ ക്ഷണത്തോട് കൂടെ കൂടെ കഴിയുന്ന ഏതെല്ലാം സമയമുണ്ടോ ആ സമയങ്ങളിലെല്ലാം പോയി പങ്കെടുക്കും, ആ വിരുന്നിൽ പങ്കെടുക്കും, യേശുവിൻ്റെ ക്ഷണത്തോട് പ്രത്യുത്തരിക്കും. ഇതുപോലെ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച കടമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുംബന കടമ എന്ന് പറയുന്ന പോലെയാണ്. യഥാർത്ഥ സ്നേഹത്തിലും സൗഹൃദത്തിലുമുള്ള ഒരു വ്യക്തി ചുംബന കടമ എന്ന് അദ്ദേഹത്തോട് പറയുന്നത് പോലെ വിശുദ്ധ കുർബാനെ നമ്മൾ കാണരുതെന്ന് പറയണം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം അതുകൊണ്ട് ബെനഡിക്റ്റ് പാപ്പ പറയുന്നുണ്ട്, ക്രിസ്തു നമ്മെ കാത്തിരിക്കുന്നിടത്തേക്ക് പോകാതെ ക്രിസ്തുവിനോട് യഥാർത്ഥത്തിലുള്ള സജീവ ബന്ധം പുലർത്താൻ നമുക്ക് സാധിക്കുകയില്ല. അപ്പം യേശുവിനോട് യഥാർത്ഥത്തിലുള്ള ഒരു ബന്ധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വേണമെങ്കിൽ യേശു കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകണം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വലതിരുമർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പോൾ ഇന്ന് കർത്താവ് നമ്മോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ഞായറാഴ്ച ആചരണം നമ്മുടെ ജീവിതത്തിൻ്റെ, കത്തോലിക്ക ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തന്നെ അതിനെ മാറ്റണമെന്ന് പറയുകയാണ്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ സാബത്തിന് പകരം ഞായറാഴ്ച ആചരിക്കുന്നത്? ഇതിനെക്കുറിച്ച് ബെനഡിക്റ്റ് പാപ്പ യുവജന മതബോധ ഗ്രന്ഥം 364 ഖണ്ഡികയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ സാബത്തിന് പകരം അതിനെ ഞായറാഴ്ചയായിട്ട് ആചരിക്കുന്നത്? യേശു ക്രിസ്തു ഞായറാഴ്ച മൃതരിൽ നിന്ന് ഉത്ഥാനം ചെയ്തതുകൊണ്ട് ക്രിസ്ത്യാനികൾ സാബത്ത് ആചരണത്തിന് പകരം ഞായറാഴ്ച ആചരണം നടത്തുന്നു. ക്രിസ്തു മൃതരിൽ നിന്നും ഉത്ഥാനം ചെയ്ത ദിവസമായതുകൊണ്ട്, ഞായറാഴ്ച ദിവസമായതുകൊണ്ട് ആ ദിവസത്തെ നമ്മൾ ഞായറാഴ്ച ആചരണമായിട്ട് നമ്മൾ മാറ്റുന്നു. എന്നിട്ട് പറയുകയാണ്, ക്രൈസ്തവ ഞായറാഴ്ചയ്ക്ക് 3 ഘടകങ്ങളുണ്ട്. ക്രൈസ്തവ ഞായറാഴ്ചയ്ക്ക് 3 ഘടകങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ലോക സൃഷ്ടികർമ്മത്തെ അനുസ്മരിക്കുകയാണ്. ദൈവം ലോകത്തെ സൃഷ്ടിച്ചതിനെ ഒന്നാമതായിട്ട് നമ്മൾ ആ ദിവസം പ്രത്യേകമായിട്ടും അനുസ്മരിക്കുക, ഞായറാഴ്ച ദിവസം. 2, ക്രിസ്തുവിൽ ലോകം നവീകരിക്കപ്പെട്ട സൃഷ്ടിയുടെ 8ാം ദിവസത്തെ സ്മരിക്കുകയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിലൂടെ ലോകത്തിൻ്റെ നവീകരണം സംഭവിക്കുന്നതിനെയാണ് രണ്ടാമതായിട്ട് പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുന്ന കാര്യം. 3ാമത്തെ കാര്യം, വിശ്രമം എന്നുള്ളത്. ശരീരത്തിന് വിശ്രമം ആവശ്യമുണ്ട്. 6 ദിവസം ജോലി ചെയ്യുന്നവർ 7ാം ദിവസം വിശ്രമിക്കാനും കൂടി ദൈവം തരുന്ന ഒരു ദിവസമാണ്. കാരണം ലോകത്തെ സൃഷ്ടിച്ചു കഴിഞ്ഞ ദൈവം സൃഷ്ടികളെല്ലാം സൃഷ്ടിച്ചതിന് ശേഷം ദൈവം 7ാം ദിവസം വിശ്രമിച്ചു എന്ന് നമ്മൾ കണ്ടുമുട്ടുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വലതിരുമേർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പോൾ യുവജന മതബോധ ഗ്രന്ഥത്തിൽ വീണ്ടും 365 ഖണ്ഡികയിൽ ബെനഡിക്റ്റ് പാപ്പ പറയുന്നുണ്ട്, എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ ഞായറാഴ്ചയെ കർത്താവിൻ്റെ ദിവസമാക്കുന്നത്. ഞായറാഴ്ചയെ കർത്താവിൻ്റെ ദിവസമാക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുകയാണ്. ഓരോ ആഴ്ചയിലും സംഭവിക്കുന്ന ഈസ്റ്റർ ആഘോഷമാണ് ഞായറാഴ്ച. അതുകൊണ്ട് ക്രൈസ്തവർ ആദിമകാലം മുതൽ ആ ദിവസം ആഘോഷിക്കാനും തങ്ങളുടെ രക്ഷകന് നന്ദി പറയാനും തങ്ങളെ തന്നെ അവിടുത്തോടും രക്ഷിക്കപ്പെട്ട മറ്റുള്ളവരോടും
പുനരൈക്യപ്പെടുത്താനുമായി സമ്മേളിച്ചിരുന്നു. അപ്പോൾ ക്രൈസ്തവർ ആദിമകാലം മുതൽ കർത്താവിന് നന്ദി പറയാനും രക്ഷിക്കപ്പെട്ട മറ്റുള്ളവരോടൊപ്പം പുനരൈക്യപ്പെടാൻ വേണ്ടി ആദിമകാലം മുതൽ ഞായറാഴ്ചയിൽ അവർ സമ്മേളിച്ചിരുന്നു എന്ന് ബെന്നിറ്റ് പാപ്പ പറയുകയാണ്. എന്നിട്ട് പറയുക, ഞായറാഴ്ചയും സഭയുടെ മറ്റു ദിനങ്ങളും വിശുദ്ധമായി ആചരിക്കുക എന്നത് മനസാക്ഷി പ്രകാരം ജീവിക്കുന്ന ഓരോ കത്തോലിക്ക ക്രൈസ്തവൻ്റെയും കടമയാണ്. ഞായറാഴ്ച ദിവസം വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക എന്നത് ക്രൈസ്തവ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം മൗലിക പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. തന്മൂലം തക്ക കാരണമില്ലാതെ ഞായറാഴ്ച കുർബാനയിൽ നിന്ന് മാറി നിൽക്കുന്നത് ഗൗരവമായ പാപമാണെന്ന് സഭ വ്യക്തമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഞായറാഴ്ച ആചരണത്തിൽ നിന്നും മാറി നിൽക്കുന്നത് ഒരു പാപമാണ് എന്ന് ദൈവത്തിൻ്റെ വചനത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്, കാരണം ദൈവകൽപ്പനയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് രക്തസാക്ഷികൾ അബിത്തേന എന്ന് പറയുന്ന സ്ഥലത്ത് ക്രൈസ്തവർ രക്തസാക്ഷികളായിട്ട് മാറിയപ്പോൾ അവർ അതിനോട് മാറാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, രക്തസാക്ഷിയാവുള്ള കാരണം എന്ന് പറയുന്നത് AD 304 ഡയക്ലീഷ്യൻ ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹം ഞായറാഴ്ച ആചരണം നിരോധിച്ചു. ഞായറാഴ്ച ആചരണം നിരോധിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്ത്യാനികൾക്ക് കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി ആ ദിവസം ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോൾ ഈ അവിടെ ഉണ്ടായിരുന്ന അബിത്തേനായിലുണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ പറഞ്ഞു, ഞായറാഴ്ച ആചരണം കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല, ഞായറാഴ്ച ആചരണം കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്ന് പറഞ്ഞപ്പോൾ ഡയക്ലീഷ്യൻ ചക്രവർത്തി അവരെ വധിച്ചു കളയുകയാണ്. അങ്ങനെ അവർ രക്തസാക്ഷിയായി മാറുകയാണ്. ഇന്ന് നമുക്ക് ഒരുപക്ഷെ ഞായറാഴ്ച ഒരു മടിയില്ല. രക്തസാക്ഷികൾ അവർ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടവരാണ്. ഈ ദിവസം നമ്മൾ ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോയാൽ നമുക്ക് ഒരു മനസാക്ഷി കുത്തു പോലും ചിലപ്പോൾ തോന്നില്ല. നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ആ ദിവസം നമ്മൾ മാറി വേറെ പല കാര്യങ്ങളായിട്ട് പോയി വരാം. ഒരു പിക്നിക്കിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു ട്രിപ്പിൻ്റെ പേരിൽ, അല്ലെങ്കിൽ ഒരു കല്യാണം ഉറപ്പിക്കുന്ന പേരിൽ, ഒരു പള്ളിപ്പെരുന്നാളിൻ്റെ പേരിൽ, ഏതവിടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞ് ഇവിടുത്തെ കുർബാന കഴിഞ്ഞ് അവിടെയും പോയി കുർബാന കൂടിയില്ല, ഇവിടെയും കൂടിയില്ല, വേദപാഠം ഉണ്ടാകില്ല, യാതൊരു കാര്യവും ഉണ്ടാകില്ല. അപ്പോൾ ഇങ്ങനെയുള്ള, ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുന്ന സമയത്ത് കോട്ടയത്ത് അപ്പനും അമ്മയും ക്യാൻസറായിട്ടിരിക്കുന്ന ഒരു മകൻ എൻ്റെ ഇടവകയിലുണ്ട്. വേറെ ആരുമില്ല, അന്വേഷിക്കാൻ പോകാൻ വേറെ ഒറ്റ മനുഷ്യരുമില്ല. ഇവർ മാസത്തിലൊന്ന് ഇവിടുന്ന് ഈ അപ്പനും അമ്മയും ചികിത്സയ്ക്ക് ആശുപത്രി കൊണ്ടുപോയതിന് മറ്റു കാര്യങ്ങളെല്ലാം പോയി കുടുംബമായിട്ട് പോകും. അവിടുന്ന് 3:30 എഴുന്നേറ്റ് അവർ കോട്ടയത്തു നിന്ന് പാലക്കാടേക്ക് വരും. 3:30 പാലക്കാടേക്ക് വന്ന് രാവിലത്തെ കുർബാനയിൽ 8:30 കുർബാനയിൽ വന്ന് പങ്കെടുത്ത് കുട്ടികളെ വേദപാഠം പഠിപ്പിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങൾ മുടക്കം കൂടാതെ ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. നമ്മളാണെങ്കിൽ പറയും, അതെന്നാ വൈകുന്നേരം വന്നാൽ പോരെ, വേദപാഠത്തിന് ഒരു ദിവസം പോയില്ലല്ലോ എന്താ കുഴപ്പം, ഒരു ദിവസം ഇടവപ്പള്ളി ഇല്ലല്ലോ എന്താ കുഴപ്പം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഞായറാഴ്ച ആചരണം കൂടാതെ ഞങ്ങൾക്ക് ജീവിക്കാനാവില്ല. ഈ ഒരു അവസ്ഥയിലേക്ക് ഇന്ന് നമ്മൾ വളരാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായും കർത്താവിൻ്റെ കൃപാവരങ്ങൾ കടന്നു വരുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അതുകൊണ്ട് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ CCC 2176 ഇങ്ങനെ പറയുന്നു, ഞായറാഴ്ചയിലുള്ള ആരാധന പഴയ ഉടമ്പടിയുടെ ധാർമ്മിക കൽപ്പനയെ നിറവേറ്റുന്നു. പഴയ ഉടമ്പടിയുടെ ക്രമവും ചൈതന്യവും ഉൾക്കൊണ്ടുകൊണ്ട് ആഴ്ചതോറും സൃഷ്ടാവിനെയും അവിടുത്തെ ജനത്തിൻ്റെ രക്ഷകനെയും സ്തുതിച്ച് ആഘോഷിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പം ഞായറാഴ്ച കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെ കർത്താവ് നമ്മോട് പറഞ്ഞ ഉടമ്പടി നമ്മൾ പാലിക്കുന്നു. നിങ്ങൾ സാബത്ത് ആചരിക്കണമെന്ന ആ ഉടമ്പടി ആഴ്ചതോറും പാലിച്ചുകൊണ്ട് സൃഷ്ടാവായ ദൈവത്തിന്, രക്ഷകനായ യേശുവിന് സ്തുതി അർപ്പിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നുവെന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന എന്ന് പഠിപ്പിക്കുകയാണ്. അപ്പം ദൈവാരാധനയുടെ പരമമായിട്ടുള്ള ആരാധനയുടെ പ്രകടനം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. ദൈവാരാധനയുടെ പരമമായ പ്രകടനം എന്ന് പറയുന്നത് പരിശുദ്ധ കുർബാനയാണ്. അപ്പം ഈ പരിശുദ്ധ കുർബാനയിൽ ഒരുമിച്ച് ഒരു കുടുംബം ഒന്നു ചേർന്ന് ഞായറാഴ്ചകളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ
ദൈവത്തിൻ്റെ കൽപ്പന പാലിക്കുന്നതിലൂടെ തന്നെ ദൈവം നമ്മുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ അനുഗ്രഹിക്കും. പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. യേശുവേ ആരാധന. നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവാരാധനയ്ക്ക് തടസ്സമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ട് എങ്കിൽ, അതുപോലെ ദൈവത്തെ ആരാധിക്കുന്നതിൽ നമുക്ക് കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ നിമിഷത്തിൽ രണ്ട് കരങ്ങളും ഉയർത്താം. രണ്ട് കരങ്ങളും ഉയർത്തി ഞായറാഴ്ച കുർബാനകളെ സമർപ്പിച്ച് ആപത്താചരണത്തിൽ ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള വീഴ്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കുടുംബത്തിന് ആരെങ്കിലും മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നിമിഷത്തിൽ കർത്താവിനെ ആരാധിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി നമ്മുടെ പോരായ്മകൾ, കുറവുകളെല്ലാം കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു, സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. സാപത്താചരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇന്ന് എടുത്തു മാറ്റാൻ കർത്താവെ കരുണ വർഷിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ അൾത്താരിയോട് ചേർത്ത് നിർത്താൻ, പരിശുദ്ധ ബലിയോട് ചേർത്ത് നിർത്തി ഞങ്ങളുടെ കുടുംബങ്ങളെ വീണ്ടും അനുഗ്രഹിക്കാൻ ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ കുടുംബങ്ങളിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയാൽ എല്ലാത്തിന്മേൽ ശക്തികൾ വിട്ടുപോകാൻ, ദൈവാരാധനയ്ക്ക് എതിരെ നിൽക്കുന്ന സ്വഭാവങ്ങൾ വിട്ടുപോകാൻ ഞങ്ങളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നമുക്കിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ ക്രിസ്തോസ്തം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിനക്ക് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ അത് വലിയ ജനസമൂഹമുള്ള ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. ദേവാലയത്തിൽ ഏക മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് ആർപ്പുവിളികൾ ഉയരുന്നു. അവിടെ മറ്റു ചിലത് കൂടിയുണ്ട്. മനസ്സുകളുടെ ഐക്യം, ചേർച്ച, സ്നേഹത്തിൻ്റെ ബന്ധം, വൈദികരുടെ പ്രാർത്ഥന. അപ്പോൾ ദേവാലയത്തിൽ പ്രാർത്ഥനയ്ക്ക് നമ്മൾ നടത്തുമ്പോൾ അതിന് വ്യത്യാസമുണ്ടെന്ന് പറയാം. വീട്ടിലിരുന്ന് എനിക്ക് പ്രാർത്ഥിക്കാം, അതുപോലെയല്ല ദേവാലയത്തിലെ പ്രാർത്ഥന. അപ്പം ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഏക മനസ്സോടെ ദൈവസന്നിധിയിലേക്ക് നിൻ്റെ മനസ്സുകളെ ഉയർത്തി ദൈവസന്നിധിയിൽ ആർപ്പ് വിളിച്ച് ദൈവത്തെ ആരാധിക്കാം. ദൈവത്തിൻ്റെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഇതാണ്. ഒരു കൂട്ടായ്മയുടെ അനുഭവം ദേവാലയത്തിലുണ്ട്. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം 42 മുതൽ 47 വരെയുള്ള വചനങ്ങൾ ദേവാലയത്തിലുള്ള ആ ഐക്യവും ചേർച്ചയും സ്നേഹത്തിൻ്റെ ബന്ധവും ആ പ്രാർത്ഥനയുടെ ആർപ്പുവിളികളെല്ലാം ഈ ബലിയർപ്പണത്തിലുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരുമിച്ച് വായിക്കാം. അപ്പോസ്തല പ്രവർത്തനം 2-ാമത്തെ അധ്യായം. അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താൽപ്പര്യപൂർവ്വം പങ്കുചേർന്നിരുന്നു. എല്ലാവരിലും ഭീതി ഉളവായി. അപ്പോസ്തലന്മാർ വഴി പല അത്ഭുതങ്ങളും വിശ്വസിച്ചവർ എല്ലാവരും ഒറ്റ സമൂഹമാവുകയും തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം പൊതുവായി കരുതി അവർ തങ്ങളുടെ സ്വത്തുക്കളും വസ്തുക്കളും വിറ്റ് ആവശ്യാനുസരണം എല്ലാവർക്കുമായി വീതിച്ചു. അവർ ഏക മനസ്സോടെ താൽപ്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ പക്ഷത്തിൽ പങ്കുചേരുകയും ചെയ്തു. അവർ ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും പ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു. രക്ഷ പ്രാപിക്കുന്നവരെ കർത്താവ് അവിടെ ഗണത്തിൽ
പ്രതിദിനം ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ വിശ്വസിച്ചവർ ഏക മനസ്സോടെ ദൈവത്തെ ആരാധിച്ചു. കൂട്ടായ്മയിൽ ആരാധിക്കാനുള്ള സൗകര്യവും അവസരവും നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദേവാലയത്തിൽ വരുമ്പോൾ നമുക്ക് ലഭിക്കും. അങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള വലിയ ഒരു അവസരം ദേവാലയ ശുശ്രൂഷകളിൽ നിന്ന് നമുക്ക് ലഭിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, ഇന്ന് അനേകം വ്യക്തികൾ ഇപ്പോഴും ഓൺലൈനിൽ ഇരിക്കുന്നവരുണ്ട്. കോവിഡ് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് ആ ശുശ്രൂഷകളിൽ വീട്ടിൽ വെറുതെ ഇരിക്കേണ്ട എന്ന് വിചാരിച്ചുകൊണ്ട് കുർബാന സ്വീകരണം അത് വാലിഡ് ഒന്നുമല്ല. പക്ഷേ അങ്ങനെയുള്ള ഒരു ശുശ്രൂഷ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ ഈ കോവിഡിന് ഏതാണ്ട് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ വന്നു, ഒരു ഫാമിലി വന്നു. വെള്ളിയാഴ്ച ശുശ്രൂഷ ഇവിടെ വന്നു. ഇവിടെ വന്ന് ആ ഫാമിലി പറഞ്ഞ കാര്യം ഇതാണ്: അവരുടെ മകളുടെ മകൾ ഉണ്ടായിട്ട് 2 മാസം, ജർമ്മനിയിലാണ്. ആ കുട്ടിക്ക് ക്യാൻസറാണ്. കുട്ടിക്ക് ക്യാൻസർ പിടിച്ചു. അപ്പോൾ ഈ ക്യാൻസർ പിടിച്ചു, അതുകൊണ്ട് ചികിത്സകൾ നടത്തണം. റേഡിയേഷനോ അതുപോലെ കീമോയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണ് നടത്തേണ്ടത് എന്ന് ഡോക്ടർ ഉടനെ പറയുമെന്ന് പറഞ്ഞു. ചെറിയ കുട്ടി. അപ്പോൾ ഈ ഓപ്പറേഷൻ എന്തോ നടത്തണം, അതിനുശേഷം കീമോയാണോ റേഡിയേഷനാണോ വേണ്ടത് എന്ന് ഇവിടെ ഒരു വെള്ളിയാഴ്ച വന്നു. പിറ്റേ ആഴ്ച ബുധനാഴ്ച പറയുമെന്ന് പറഞ്ഞു. പിറ്റേ ബുധനാഴ്ച പറയും എന്താണ് ചെയ്യേണ്ടത് എന്ന്. ഇവർക്ക് ഭയങ്കര വിഷമമായി. ഈ അപ്പനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമായി. ജർമ്മനിയിലിരിക്കുന്ന മകളും കുടുംബത്തിന് ഭയങ്കര വിഷമം. കാരണം ഏതാണ്ട് കല്യാണം കഴിഞ്ഞ് 6ാമത്തെ വയസ്സിലാണ്, 6 വർഷം കഴിഞ്ഞ ശേഷമാണ് ഈ കുട്ടി ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ ലേറ്റായിട്ട് കുട്ടിയുണ്ടായി. ആ കാത്തിരുന്നുണ്ടായി കുട്ടിക്കാണ് 1 മാസം കഴിഞ്ഞപ്പോൾ ക്യാൻസറാണെന്ന് അറിയുന്നത്. അപ്പോൾ ഈ അപ്പനും അമ്മയും ഇവിടെ വന്നിരിക്കുകയാണ്. ഈ അപ്പനും അമ്മയും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ മുറി വന്നു. അങ്ങനെ ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് മുറി വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പറയാൻ പരിശുദ്ധാത്മാവ് എൻ്റെ മനസ്സിൽ പ്രേരിപ്പിച്ചു: നിങ്ങൾ എല്ലാ ദിവസവും പോയി പള്ളിയിൽ പോയി പങ്കെടുക്കാൻ പറഞ്ഞു, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ ചോദിച്ചു, അങ്ങനെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത ക്യാൻസർ മാറുമെന്ന് ചോദിച്ചു. ഹല്ലേലൂയ, ക്യാൻസർ മാറുമെന്ന് ചോദിച്ചു. അത് കളിയാക്കി ചോദിച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പ്രാർത്ഥിക്കുക, എന്തായാലും ഇനി ഇങ്ങനെയൊക്കെയാണ് കർത്താവ് പറയുന്നത്, പരിശുദ്ധാത്മ പറയുന്നത്. വീണ്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ പള്ളിയിൽ പോയി അപ്പനും അമ്മയും പോയി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഈ ക്യാൻസർ രോഗം മാറുമെന്ന് പറയാൻ പറഞ്ഞു. വീണ്ടും ഇത് പറഞ്ഞു. അപ്പോൾ ഈ ചേർത്തിക്ക് സംശയം. അടുത്ത് ചേർത്തിക്ക് അങ്ങനെ പോയാൽ മാറുക വെച്ചാന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ശരി പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. കുറച്ച് നേരം വീണ്ടും പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങളങ്ങനെ പള്ളിയിൽ പോയാൽ ഈ കൊച്ചിൻ്റെ ക്യാൻസർ രോഗം മാറുമെന്ന് ഈശോ ഉറപ്പ് പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടത്തി പറഞ്ഞു, അച്ഛാ, ഈ ചേട്ടൻ പള്ളിയിലെ കൈക്കാരനാന്ന് പറഞ്ഞു. പള്ളിയിലെ കൈക്കാരനാണ്, 3 വർഷമായി ഇപ്പോൾ പള്ളിയിൽ കയറിയിട്ടെന്ന് പറഞ്ഞു. പള്ളിയിലെ കൈക്കാരൻ 3 വർഷമായി പള്ളിയിൽ കയറിയിട്ട്. അപ്പം ചോദിച്ചു, അപ്പോൾ കൈക്കാരനാകുമ്പോൾ പള്ളിയിൽ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കോവിഡ് കാലമാണ് ആ സമയത്ത്. അതിന് ശേഷവും പള്ളിയൊക്കെ തുറന്നു കഴിഞ്ഞപ്പോഴും ഈ ചേട്ടൻ പള്ളിയിൽ പോകും. ഞായറാഴ്ച സ്തോത്രക്കാഴ്ചയാണ്, ഇത് കഴിയുമ്പോൾ ചെല്ലും. പള്ളിയുടെ വാടക, ബിൽഡിങ്ങിൻ്റെ വാടക പിരിക്കാൻ പള്ളിയിൽ പോകും. അത് മേടിച്ചുകൊണ്ടേ കൊടുക്കാൻ പോകും. ഓഫീസിൽ കൈക്കാരൻ ഇതെല്ലാം ചെയ്യും. തെങ്ങും പറമ്പുണ്ട്, അത് നനപ്പിക്കാൻ പോകും. കുർബാന കയറില്ല, പള്ളിയിൽ പോയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതാണ് ഈ ചേട്ടനോട് പറയുന്നത്, ഇതാണ്. അപ്പോൾ ഈ ചേട്ടൻ പറയുകയാണ്, കോവിഡൊക്കെ അല്ലായിരുന്നോ എന്ന്. അപ്പം അങ്ങനെ ഒരു ശീലം പഠിച്ചു. ഹല്ലേലൂയ. കോവിഡ് കാലത്ത് പള്ളിയിൽ കയറാതെ അങ്ങനെ ഒരു ശീലം പഠിച്ചു. അപ്പോൾ ഈ പുള്ളി പോകുന്നുണ്ട്, സ്തോത്രക്കാഴ്ച എണ്ണാൻ പോകും. ഞായറാഴ്ച സ്തോത്രക്കാഴ്ച ആൾക്കാർ ഇട്ടത് എണ്ണി അത് കണക്ക് എല്ലാം കൃത്യമാക്കി അത് ബാങ്കിലിടാൻ പോകും. തെങ്ങും പറമ്പുണ്ട്, അത് നനയ്ക്കാൻ പോകും. ഈ പള്ളിയുടെ ബിൽഡിങ്ങുകളുടെ വാടക പിരിക്കാൻ പോകും. അതുകൊണ്ടാണ് ഈ ചേട്ടനോട് കർത്താവ് പറയുന്നത്, എല്ലാ ദിവസവും പള്ളിയിൽ പോയാൽ ഈ ക്യാൻസർ രോഗം മാറും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ ചേട്ടൻ അങ്ങനെയൊന്നും വിശ്വസിച്ചില്ല. ചേട്ടത്തി അത്ര അങ്ങോട്ട് വിശ്വസിച്ചില്ല. പോകാൻ നേരത്ത് അവർ ചോദിച്ചു, എന്നാൽ ഞങ്ങൾ നാളെ തൊട്ട് പോയി നോക്കാം അല്ലേ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. എന്നാൽ നാളെ തൊട്ട് ഞങ്ങൾ പോയി നോക്കാം അല്ലേ എന്ന് ചോദിച്ചു.
ചിലപ്പോൾ കർത്താവിൻ്റെ സ്തോത്രക്കാഴ്ച എണ്ണിയതുകൊണ്ടായിരിക്കണം അങ്ങനെ പോയി നോക്കിയത് ഫലമായി പിന്നീട് എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? ഇത് പിറ്റേ ബുധനാഴ്ചയാണ് ഈ ചെക്കപ്പ് ജർമ്മനിയിൽ നടക്കുന്നത്. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ഈ കൂട്ടർ വന്നില്ല, അയാളുടെ അളിയൻ വന്നു. അല്ലെങ്കിൽ ഈ ചേട്ടൻ്റെ അളിയനും ഫാമിലിയോട് വന്നേക്കാണ്. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഈ കുർബാന ആരാധന കഴിഞ്ഞപ്പോൾ എൻ്റെ മുറിയിൽ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഒത്തിരി കടബാധ്യത, 1 കോടി രൂപ കടബാധ്യതയുണ്ട്, അച്ഛൻ മാറാൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചു. ഞങ്ങളും ഇരിങ്ങാലക്കുടക്കാരാണെന്ന് പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു ഇരിങ്ങാലക്കുടക്കാരാണ്. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ അളിയൻ കഴിഞ്ഞ ആഴ്ച വന്ന് ഇവിടെ വന്ന് പരിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞു വിട്ടപ്പോൾ ജർമ്മനിയിലെ കൊച്ചിൻ്റെ ക്യാൻസർ രോഗം മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ചെക്കപ്പിൽ എന്ത് വേണം, കീമോ വേണോ, റേഡിയേഷൻ വേണോ എന്ന് ഓപ്പറേഷൻ ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞ ഈ കുട്ടിയുടെ രോഗം അടുത്ത ചെക്കപ്പിൽ ബുധനാഴ്ച എന്നിട്ട് ഡോക്ടർ നോക്കിയിട്ട് പരിശോധിച്ചിട്ട് പറയും, ഈ കുട്ടിക്ക് ക്യാൻസർ രോഗമില്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇതിൽ നിന്ന് സൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് ഇവരോട് പറഞ്ഞപ്പോൾ ഇവരെന്ത് ചെയ്തു, ഈ അദ്ദേഹത്തിൻ്റെ അളിയൻ ഇവിടെ വന്നിരിക്കുക, ഞങ്ങൾക്ക് 1 കോടി രൂപ കടമുണ്ട്, ഇതൊന്ന് മാറാൻ അച്ഛൻ പ്രാർത്ഥിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇങ്ങനെയാണ് കർത്താവ് ഈ പരിശുദ്ധ കുർബാനയിൽ പോയി പങ്കെടുക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്ന് നമ്മൾ തിരിച്ചറിയണം, അനുഗ്രഹിക്കും. നമ്മുടെ ജീവിതങ്ങളുടെ തടസ്സങ്ങൾ, അങ്ങനെയുള്ള രോഗപീഠകളുടെ മേഖലകളിൽ കർത്താവിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലുണ്ടാകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സാബത്ത് ആചരണവും ഞായറാഴ്ച ആചരണമൊന്നും ഇല്ലാത്ത വ്യക്തികളും കുടുംബങ്ങളും അങ്ങനെയുള്ള വ്യക്തികളും സാഹചര്യങ്ങളുമെല്ലാം ശോഷിച്ചു പോകുമെന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നമ്മൾ ദൈവത്തെ ആരാധിക്കാതെ വരുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ കുടുംബങ്ങളിൽ അനുഗ്രഹം ഉണ്ടാകും. അതിനെക്കുറിച്ച് കുടുംബങ്ങളിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൽ. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാമത്തെ അധ്യായം 25-ാമത്തെ വചനം, 25-26 നമുക്ക് ഒരുമിച്ച് വായിക്കാം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയാം, നിങ്ങൾ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ദൈവമായ കർത്താവിനെ നമ്മൾ ആരാധിച്ചില്ല എങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ ശോഷിച്ചു പോകും. അപ്പോൾ ദൈവമായ കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഭക്ഷ്യപാനീയങ്ങളെ ആശീർവദിക്കും, നമ്മുടെ അധ്വാന മേഖലകളെ കർത്താവ് അനുഗ്രഹിക്കും. നമ്മുടെ അധ്വാന മേഖലകളിൽ ഉയർച്ച തന്നുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയാം, വലുതിരുമീർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അടുത്ത വചനം പറയാണ്, ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല, ദീർഘായുസ് ഞാൻ തരും. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. ഞാനൊരു പള്ളി വികാരിയായിരിക്കുമ്പം ഞാനായിരുന്ന പള്ളിയിൽ നിന്നും ഒരു പെൺകുട്ടിയെ ചങ്ങനാശ്ശേരിക്ക് കെട്ടിച്ചു. അപ്പോൾ ഈ ചങ്ങനാശ്ശേരിയിൽ ഒരു മിലിറ്ററിക്കാരനാണ് കെട്ടിയിരിക്കുന്നത്. കല്യാണം എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് 3-4 മാസം കഴിഞ്ഞപ്പോൾ ഇവൾ ഗർഭിണിയായി. അങ്ങനെ ഗർഭിണിയായെന്ന് അറിഞ്ഞപ്പം വീട്ടിലേക്ക് വന്നു. ഇവിടെ വന്നൊരു ചെക്കപ്പിന് പോയി. ഈ പാലക്കാട് ഒരു സ്ഥലത്ത് ചെക്കപ്പിന് പോയി. ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എന്തോ സ്കാനിങ് ഒക്കെ നടത്തിയിട്ട് പറഞ്ഞു, ഇവളുടെ ഗർഭപാത്രം ചെറുതാണ്, അതുകൊണ്ട് ഈ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം, ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി കൊച്ചു വലുതാകുന്നതനുസരിച്ച് കൊച്ച് ശ്വാസം മുട്ടി മരിക്കും, അതുകൊണ്ട് ഇപ്പം തന്നെ അബോർഷൻ ചെയ്യണം, അല്ലെങ്കിൽ അത് അമ്മയ്ക്കും കൊച്ചിനുമൊക്കെ കേടാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടവർക്ക് ഭയങ്കര വിഷമമായി. അപ്പം ഞാൻ എന്ത് പള്ളിയിൽ അങ്ങനെ പകൽ ആരാധന വെച്ചിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ വരുന്നത്.
അപ്പോൾ ഇവർ വന്ന് എന്നോട് പറഞ്ഞു ഭയങ്കര സങ്കടം, ഡോക്ടർ ഇങ്ങനെ പറയുകയാണ്, കുട്ടി വളരുന്നതനുസരിച്ച് ഗർഭപാത്രം വളരില്ല, അത് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് ഏതാണ്ട് ഒരു 4 മാസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടി ശ്വാസം മുട്ടി മരിക്കും, അതുകൊണ്ട് ഇനി രക്ഷപ്പെടാനൊരു വഴിയില്ല, അബോർഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഇല്ല, അമ്മയ്ക്കും പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഈ കുടുംബത്തെ വല്ലാണ്ട് വലച്ച് സങ്കടപ്പെട്ട് ഇവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ്, അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാൻ അങ്ങനെ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ ഇവരോട് പറഞ്ഞു പ്രാർത്ഥിക്കാം, നിങ്ങൾ പള്ളിയിൽ കയറി വരാൻ പറഞ്ഞു. അങ്ങനെ അകത്ത് കയറ്റിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് പറഞ്ഞു, ഞാൻ ഒരു ജീവൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതിനെ വളർത്താൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മനസ്സിൽ പറയാണ്, ഞാനൊരു ജീവൻ നൽകിയിട്ടുണ്ട്, അതിനെ വളർത്താനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്, സംശയിക്കേണ്ടെന്ന് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇവരുടെ തലയിൽ കൈവച്ചിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ജീവൻ കർത്താവ് തന്നിട്ടുണ്ടെങ്കിൽ അത് വളരാനുള്ള സ്പേസ് കർത്താവ് തരും. ഹല്ലേലൂയ. ഇത് വളരാനുള്ളൊരു സ്പേസ് കർത്താവ് തരുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇനി ആ ഡോക്ടറെ കാണാൻ പോകണ്ട, ഞാനൊരു ഡോക്ടറെ പേര് പറഞ്ഞുതരാം, അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇവിടെ അന്ന് 75 വയസ്സ് പ്രായമുള്ള ഒരു ഹിന്ദു ഡോക്ടറുണ്ട്. ആ ഡോക്ടർക്ക് മക്കളില്ലാത്ത ഡോക്ടറാണ്. കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ട് മക്കളില്ലാത്തൊരു ഡോക്ടറാണ്. അപ്പോൾ ഈ ഡോക്ടർ ഒരിക്കലും അബോർഷൻ സമ്മതിക്കാത്തൊരു ഡോക്ടർ. ഈ ഡോക്ടർക്ക് മക്കളില്ല, അതുകൊണ്ട് അതിനാൽ തന്നെ പിന്നെ ജീവൻ്റെ പ്രാധാന്യം അറിഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ അബോർഷൻ ഒരിക്കലും സമ്മതിക്കില്ല. അതുമാത്രമല്ല, സിസേറിയൻ 5ഉം 6ഉം വരെ ചെയ്തു കൊടുക്കുന്ന ഒരു ഡോക്ടർ. അപ്പോൾ ഈ ഡോക്ടറുടെ അടുത്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ ഈ ഡോക്ടറുടെ അടുത്ത് ഇവർ പോയി. ഈ ഡോക്ടറുടെ അടുത്ത് ഇവർ ചെന്ന് ഈ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ജീവൻ ദൈവം തരുന്നതാണെങ്കിൽ ഇതിന് വളരാനുള്ള സ്പേസ് ദൈവം തന്നോളും, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് യൂട്രസിനൊക്കെ കുഴപ്പമുണ്ട്, അത് ചെറുതാണ്, അതൊക്കെ സംഭവം ശരിയാണ്, പക്ഷേ ദൈവം നിങ്ങളെ സംരക്ഷിക്കും, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആരെയും കാണാൻ പോകണ്ട, എൻ്റെ അടുത്ത് തന്നെ വന്നേച്ചാൽ മതി, നിങ്ങൾ ചങ്ങനാശ്ശേരിൻ്റെ ആയാലും ഇപ്പോൾ താമസിക്കുന്നെങ്കിലും നോക്കേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് വന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഈ ഡോക്ടറുടെ അടുത്ത് അങ്ങനെ പോയി ഇവർ ചെക്കപ്പും പരിപാടികളെല്ലാം നടത്തി. എന്തായാലും ആ വർഷം ഡിസംബർ മാസം 28-ാം തീയതി ആ കൊച്ചിൻ്റെ, ഒരു പെൺകൊച്ചിൻ്റെ മാമോദീസ നടത്തിയ ആളാണ് ഞാൻ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പള്ളി വെച്ചാണ്, എൻ്റെ ഇടവയിൽപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. ആ കൊച്ചിൻ്റെ ഈ ഡിസംബർ മാസം 28-ാം തീയതി ആ കൊച്ചിൻ്റെ മാമോദീസ പള്ളി വെച്ച് ഞാൻ നടത്തി. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പം സ്നേഹമുള്ളവർ, ദൈവമായ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ഈ കുടുംബം ശരിക്കും മനസ്സ് തുറന്ന് ഈ ദമ്പതികൾ ആരാധിക്കാനും പ്രാർത്ഥിക്കാനും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനും ദൈവാരാധനയിൽ പങ്കെടുക്കാനും എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ ദൈവം അവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുക. ഒന്നുകൂടെ വായിച്ചു നോക്കിയേ, പുറപ്പാട് 23-ന്റെ 25-ഉം 26 വചനങ്ങളൊന്ന് മനസ്സിരുത്തി വായിച്ചേ. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മോട് പറയുന്ന കാര്യം ഇതാ, നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ, നമ്മൾ തകർന്നു പോയ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം നൽകുന്ന കൃപയാണിതെല്ലാം. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടരുത്, ജീവിതത്തിൽ നിരാശപ്പെടരുത്, ദൈവത്തെ വിളിക്കണം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഞെരുക്കങ്ങളിലൂടെ പോകുന്നുണ്ടെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടും. ഹഗ്ഗായിയുടെ പുസ്തകം എടുത്തേ, ഹഗ്ഗായിയുടെ പുസ്തകം 1-ാമത്തെ അധ്യായം 6 മുതലുള്ള വചനങ്ങൾ, 6ഉം 7ഉം വചനങ്ങൾ. അതിനു മുമ്പ് 5ൻ്റെ വായിക്കാം. അതുകൊണ്ട് സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ സ്ഥിതിയെപ്പറ്റി ചിന്തിക്കുവിൻ. നിങ്ങൾ ഏറെ വിതച്ചു, കുറച്ച് മാത്രം കൊയ്തു. നിങ്ങൾ ഭക്ഷിക്കുന്നു, ഒരിക്കലും തൃപ്തരാകുന്നില്ല.
പാനം ചെയ്യുന്നു, തൃപ്തി വരുന്നില്ല. നിങ്ങൾ വസ്ത്രം ധരിക്കുന്നു, ആർക്കും കുളിര് മാറുന്നില്ല. കൂലി ലഭിക്കുന്നവന് അത് ലഭിക്കുന്നത് ഓട്ടസഞ്ചിയിൽ ഇടാൻ മാത്രം. ഇന്ന് നമ്മുടെ ജീവിതങ്ങളിൽ, സാമ്പത്തിക മേഖലകളിൽ, തൊഴിൽ മേഖലകളിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേകമായ പ്രതിസന്ധികൾ നമ്മുടെ ജീവിതങ്ങളിലൂടെ കടന്നു വന്ന് നമ്മുടെ ജീവിതങ്ങൾ നാശത്തിൻ്റെ വഴിയിലൂടെ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. 2:16 മുതൽ വായിക്കാം. 2:16, 17. 20 അളവ് ധാന്യം കൂട്ടിയിരുന്നിടത്ത് ചെല്ലുമ്പോൾ 10 അളവേ കാണുന്നുള്ളൂ. 50 അളവ് വീഞ്ഞ് കോരിയെടുക്കാൻ ചെന്നപ്പോൾ ചക്കിൽ 20 അളവേയുള്ളൂ. നിങ്ങളുടെ എല്ലാ അധ്വാന ഫലങ്ങളും ഉഷ്ണക്കാറ്റും വിഷമഞ്ഞും കന്മഴയും അയച്ച് ഞാൻ നശിപ്പിച്ചു, എന്നിട്ടും നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരുന്നു. അപ്പം ദൈവത്തെ ആരാധിക്കാതെ, ദൈവത്തിലേക്ക് കടന്നു വരാതെ ഒരു വ്യക്തി കടന്നു പോകുമ്പോൾ അവൻ്റെ അധ്വാന മേഖലകളിൽ തടസ്സങ്ങളുണ്ടാകും, ഞെരുക്കങ്ങളുണ്ടാകും. അപ്പം ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുമ്പോൾ ദൈവം ഇടപെടുമെന്ന് 19-ാമത്തെ വചനം പറയുകയാണ്. വിത്ത് ഇനിയും കളപ്പുരയിൽ തന്നെയാണോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളനാരവും ഒലിവും ഇനിയും ഫലം നൽകുന്നില്ലേ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. അപ്പം ദൈവത്തെ ആരാധിക്കാൻ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ദൈവം ആ നിമിഷം മുതൽ ആ വ്യക്തിയുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കാനായി കടന്നു വരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ക്രിസ്ത്യൻ ചക്രവർത്തിമാരിൽ ആദ്യത്തെ ചക്രവർത്തിയാണല്ലോ കോൺസ്റ്റന്റൈൻ. അദ്ദേഹം ചക്രവർത്തിയായിരിക്കുന്ന ആ കാലഘട്ടങ്ങളിൽ AD 321 മാർച്ച് മാസം 7-ാം തീയതി അദ്ദേഹം ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നുണ്ട്. ക്രിസ്ത്യൻ ചക്രവർത്തി ക്രിസ്ത്യാനികൾക്കൊരു കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അതിങ്ങനെയാണ്: സൂര്യൻ്റെ ആദരണീയമായ ദിനത്തിൽ മജിസ്ട്രേറ്റുമാരും നഗരങ്ങളിൽ വസിക്കുന്ന ജനങ്ങളും വിശ്രമിക്കട്ടെ, എല്ലാ ജോലി സ്ഥലങ്ങളും അടഞ്ഞു കിടക്കട്ടെ. എന്നാൽ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് സ്വതന്ത്രമായും നിയമപരമായും തങ്ങളുടെ ജോലികൾ തുടരാം. കാരണം ധാന്യം കൊയ്തെടുക്കാനോ മുന്തിരി നട്ടുപിടിപ്പിക്കാനോ അനുരൂപമായ വേറൊരു ദിവസം കണ്ടെത്തുക എളുപ്പമല്ല. അത്തരം പ്രവർത്തനങ്ങൾക്കുള്ള ശരിയായ സമയത്തെ അവഗണിച്ചാൽ സ്വർഗത്തിൻ്റെ സമൃദ്ധിയായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. അപ്പോൾ ഈ ചക്രവർത്തി ക്രിസ്ത്യാനിയോട് പറയാം, ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം ദൈവത്തെ ആരാധിക്കാൻ പോകുന്നില്ല എങ്കിൽ സ്വർഗത്തിൻ്റെ സമൃദ്ധി ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ടാണല്ലോ നമ്മൾ ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാതെ അധ്വാനിച്ചിട്ടും ഒന്നും തികയാത്ത എത്രയോ കുടുംബങ്ങളുണ്ട്, എത്രയോ കുടുംബങ്ങളുണ്ട്. ഞായറാഴ്ചയും പോയി റബ്ബർ വെട്ടിയില്ലെങ്കിൽ അതോട് വെട്ടിയിട്ട് നടക്കുന്നില്ല. ഹല്ലേലൂയ. ഞായറാഴ്ച ബിസിനസ് ചെയ്തിട്ടും മെച്ചപ്പെടുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, ആ ദിവസം നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ പോകണം. അത് ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്, ആരാധിക്കാൻ പോകണം. അപ്പോൾ രക്ഷപ്പെടും. ഞാൻ മറിയം ത്രേസ്യായുടെ വിശുദ്ധയുടെ ജീവിതം വായിച്ചപ്പോൾ സംഭവിച്ചൊരു കാര്യം ഓർക്കുന്നുണ്ട്. ഈ പുത്തൻവേലിക്കനയല്ലേ അല്ലേ പുത്തഞ്ചിറയിൽ ഒരു ശനിയാഴ്ച വലിയ മഴ കൊണ്ട് പെയ്തു. നെല്ലെല്ലാം കൊയ്യാൻ പാകമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വെള്ളമെല്ലാം പൊങ്ങി ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന സമയത്ത് ഈ എത്രയും പെട്ടെന്ന് ആ നെല്ലെല്ലാം കൊയ്തെടുത്തില്ലെങ്കിൽ എല്ലാം വെള്ളത്തിൻ്റെ അടിയിൽ പോകും. അപ്പോൾ ഇത് ആ ദേശത്തുള്ള സകലമാന ആൾക്കാരും ഇപ്പം ഞായറാഴ്ച കൊയ്യാൻ തീരുമാനിച്ചു. ഞായറാഴ്ച ആ ദേശത്തുള്ളൊരു മുഴുവൻ കൊയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ പണിക്കാർ വന്ന് ഈ സിസ്റ്റേഴ്സിൻ്റെ മഠത്തിൻ്റെ സ്ഥലങ്ങളിലെല്ലാം കൊയ്യാമെന്ന് പറഞ്ഞു വന്നു. അപ്പം ഈ മറിയം ത്രേസ്യ പറഞ്ഞു, ഇന്ന് കൊയ്യണ്ടെന്ന് പറഞ്ഞു. ഞായറാഴ്ചയാണ്, അതുകൊണ്ട് അത് വേണ്ട, അത് പോയാൽ പൊക്കോട്ടെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് മുഴുവൻ കൊയ്തെടുക്കാനും പറ്റിയില്ല. ഇവരുടെ ഈ മഠത്തിലെ ഞായറാഴ്ച ദിവസം കൊയ്യാൻ പോയില്ല. അത് ദൈവം അത് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഇവരുടെ ഒറ്റ നെല്ല് വീണ് പോയില്ല. ബാക്കിയുള്ളവർ കൊയ്യാനൊക്കെ ശ്രമിച്ചു, മുഴുവൻ എടുക്കാനും പറ്റിയില്ല. പക്ഷേ ഇവരുടെ പാടത്ത് മാത്രം ഈ വെള്ളം അധികം വന്ന് കയറിയില്ല. ദൈവം അതിനെ സംരക്ഷിച്ചു എന്ന് മറിയം ത്രേസ്യയുടെ ജീവചരിത്രത്തിൽ പറയുന്നൊരു കാര്യമാണ്.
പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പം നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുക ആകെപ്പാടെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ചയാണ്, ബാക്കി എല്ലാ ദിവസവും കടയിൽ പോയി അല്ലെങ്കിൽ ബിസിനസ്സിന് പോയി അല്ലെങ്കിൽ ജോലിക്ക് പോയി. അപ്പോൾ ആകെപ്പാടെ കിട്ടുന്ന ഒരു ദിവസം തുണി അലക്കാൻ, ഷോപ്പിങ്ങിന് പോകാൻ, അങ്ങനെ പല കാര്യങ്ങൾക്ക് വേണ്ടി എന്ന് നമ്മളൊക്കെ ചിന്തിക്കുകയാണ്. അത് ശരിയുമായിരിക്കും, അത് ശരിയുമായിരിക്കും. രണ്ടുപേരും ജോലിക്കാരാണ്. അപ്പോൾ ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ആകെപ്പാടെ കിട്ടുന്ന ഒരു ഒഴിവ് ദിവസം, അന്നല്ലാതെ വേറെ ദിവസം നമുക്ക് നടത്താനില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞായറാഴ്ച പോയില്ലെങ്കിൽ ആ ദിവസം ചെയ്തില്ലെങ്കിൽ എല്ലാം ഇങ്ങനെ കിടക്കും. തുണി അലക്കാനുള്ള ദിവസം, വീട് വൃത്തിയാക്കാനുള്ള ദിവസം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദൈവപ്രമാണത്തെ അങ്ങനെ പല കാര്യങ്ങളുള്ളത് കൊണ്ട്, തിരക്കുള്ളത് കൊണ്ടും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും അതിനെ മാറ്റിവെക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ കിട്ടുമോ കിട്ടാതിരിക്കുമോ? ന്യായമായ കാര്യമാണ്. ബാക്കി എല്ലാ ദിവസവും ബിസിയാണ്. അപ്പോൾ ഒറ്റ ദിവസം ഇങ്ങനെ കിട്ടുന്നുള്ളൂ. പക്ഷേ നമ്മൾ വിശ്വാസത്തിൻ്റെ പേരിൽ, ദൈവത്തോടുള്ള ഒരു സമർപ്പണത്തിൻ്റെ പേരിൽ ആ ദിവസത്തെ നമ്മൾ ദൈവാരാധനയ്ക്കായിട്ട് മാറ്റിവെച്ചാൽ ദൈവം നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കും. മത്തായിയുടെ സുവിശേഷം 6:33 അതാ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6:33, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ദൈവം അത് കൂട്ടിച്ചേർക്കപ്പെടും. ഈ പ്രിൻസ് പാണയങ്ങാട്ട് പിതാവ് പറഞ്ഞൊരു സംഭവം ഓർക്കുകയാണ് ഞങ്ങളെ ധ്യാനിപ്പിച്ച സമയത്ത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്. അദ്ദേഹം രാവിലെ അദ്ദേഹത്തിൻ്റെ തുണി, ഈ പിതാവിൻ്റെ തുണികളെല്ലാം അലക്കുന്നത്. അപ്പം അത് ഞായറാഴ്ച ദിവസമാണ് പിതാവ് അലക്കിക്കൊണ്ടിരുന്നത്. ബാക്കിയുള്ള ദിവസം തിരക്കാം. അപ്പം ഞായറാഴ്ച ദിവസം വേണ്ട 3 മണിയാകുമ്പോൾ ഏൽക്കും. രാവിലെ 3 മണിക്കേറ്റ് തുണിയെല്ലാം അലക്കി 5 മണിയാകുമ്പോഴത്തേക്കും 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാ പരിപാടിയും കഴിഞ്ഞ് പള്ളിയിൽ പോകും. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അലക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവ് അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ഞായറാഴ്ച മാത്രമുള്ളോ നിനക്ക് തുണി അലക്കാൻ? ഇത് പരിശുദ്ധമായ ദിവസമാണെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വേറെ ദിവസവും ഇല്ലെന്ന് ചോദിച്ചു. അതോടുകൂടി പിതാവ് തുണിയലക്കം നിർത്തിയെന്ന് പറഞ്ഞു ഞായറാഴ്ച. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുണി അലക്കത്തില്ലെന്നല്ല, ഞായറാഴ്ചത്തെ അലക്ക് നിർത്തി. ഹല്ലേലൂയ. ഞായറാഴ്ച ദിവസം അല്ലാതെ വേറെ ദിവസം അലക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞാൽ അതുപോലും കർത്താവ് ഒരു വ്യക്തിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കേട്ടപ്പോൾ ഞാനും ഇങ്ങനെ വിചാരിച്ചു, ഞാനും ഞായറാഴ്ച ദിവസം ഇപ്പോൾ ഒരു തുണി അലക്കും ഇല്ല, ഒരു സ്ഥലത്തും പോകാറില്ല, ഒരു പരിപാടിയില്ല, ആത്മീയ കാര്യം മാത്രം, ശുശ്രൂഷ മാത്രം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾ മൈന്യൂട്ടായിട്ട് നമ്മൾ തോന്നും ഒരു തുണി അലക്കുന്ന കാര്യം. അതുപോലും കർത്താവ് അന്ന് വേണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം എല്ലാവർക്കും ഐറ്റിങ്ങിലാണോ എന്ന് ചിന്തിച്ച് ചിലപ്പോൾ ഇതിന് സമയം കളയണ്ട. ഹല്ലേലൂയ. പക്ഷേ കർത്താവ് ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഞായറാഴ്ച ഒരു ബിസിനസ് ചെയ്ത് അതിൻ്റെ ലാഭം വേണമെന്ന് ചിന്തിക്കണ്ട. ഞായറാഴ്ച കൃഷിയിടങ്ങളിൽ ജോലി ചെയ്തിട്ട് ഒരു നേട്ടവും വേണ്ട എന്ന കർത്താവിൻ്റെ കൽപ്പന പാലിക്കാൻ വേണ്ടി തീരുമാനിക്കുക. കർത്താവിൽ നിന്ന് അകറ്റുന്ന ഒരു പരിപാടികളും അല്ലെങ്കിൽ പ്രോഗ്രാമുകളൊന്നും ആഘോഷങ്ങളും ഞായറാഴ്ച വേണ്ടെന്ന് തീരുമാനിച്ചാൽ, അവധി ദിവസത്തെ ഞായറാഴ്ച ദിവസത്തെ വിശുദ്ധമായി ആചരിക്കാം എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ ജീവിതങ്ങളിൽ അഭിവൃദ്ധി ഉണ്ടാകും. സങ്കീർത്തനം 147 13, 14 വചനങ്ങൾ പറയുന്നതാണ്. വായിക്കാം. തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. അപ്പം ദൈവത്തെ അന്വേഷിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. എന്നിട്ട് അടുത്ത വചനം പറയുകയാണ്, വായിക്കാം. ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക, നിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകൾ അവിടുന്ന് ബലപ്പെടുത്തുന്നു, നിന്റെ കോട്ടയ്ക്കുള്ളിലെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു.
അപ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയുടെ ജീവിതങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമെന്ന് പറയാം. നിന്റെ അതിർത്തികളിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സമാധാനം തരും. എന്നിട്ട് അടുത്ത വചനം പറയാം, വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നിന്നെ അവിടുന്ന് തൃപ്തനാക്കും. അപ്പം നിന്റെ ജീവിതത്തിൽ ദൈവ ആരാധനയിൽ നീ അകലും തോറും നിന്റെ ജീവിതങ്ങളിൽ പ്രശ്നങ്ങൾ ആരംഭിക്കും. നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കാൻ ദൈവാരാധനയ്ക്ക് പറ്റുമെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. അപ്പം അതിന് കാരണം പറയുന്നതന്നെ 147 9, 10 വചനങ്ങൾ പറയുന്നുണ്ടല്ലോ. മൃഗങ്ങൾക്കും കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്ന ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലായ നമ്മെ സംരക്ഷിക്കാൻ ദൈവം കടന്നു വരില്ലേ? കടന്നു വരുമെന്ന് നമ്മൾ വിശ്വസിക്കണം. പ്രകൃതിയിലെ എല്ലാ ജീവികൾക്കും, കാക്കുകുഞ്ഞിന് വരെ, മൃഗജാലങ്ങൾക്ക്, പക്ഷിജാലങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ദൈവം, ദൈവത്തെ ആരാധിക്കുന്ന, അതാണ് 11-ാമത്തെ വചനം, തന്നെ ഭയപ്പെടുകയും തൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശ വയ്ക്കുകയും ചെയ്യുന്നവരിലാണ് കർത്താവ് പ്രസാദിക്കുന്നത്. അങ്ങനെയുള്ള ദൈവാരാധന നടത്തുന്ന കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകും. അവരുടെ കോട്ടയ്ക്കുള്ളിൽ അവരുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കും. നമ്മുടെ മക്കൾ അനുഗ്രഹം പ്രാപിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ മക്കൾ മേക്കൊന്ന് നടക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ പറയില്ലേ മലയാളത്തിൽ, എന്ന് പറഞ്ഞാൽ നേരെ ജീവൻ നടക്കുന്നില്ല. നമ്മൾ ദൈവത്തെ ആരാധിക്കണം. അനുസരണിക്കാത്ത ഏറെ മക്കളുണ്ട്, അവരെ ഓർത്ത് കരയുന്ന മക്കൾ. ദൈവാരാധനയിലേക്ക് ഒരു കുടുംബം കടന്നു വരുമ്പോൾ പക്ഷി മൃഗജാലങ്ങളെ സംരക്ഷിക്കുന്ന ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേലായ നമ്മെ സംരക്ഷിക്കാതെ ഇരിക്കുമോ എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോൾ വിശിഷ്ടമായ ഗോതമ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ തൃപ്തമാക്കുമെന്ന് പറയുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. മദർ തെരേസയുടെ ജീവിതത്തിൽ മദർ തെരേസ ദൈവാരാധനയിൽ കൂടുതൽ ശ്രദ്ധിച്ചപ്പോൾ ഉണ്ടായ ഒരു മാറ്റത്തെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മദർ തെരേസ പറയുക, ഞങ്ങളുടെ സമൂഹത്തിൽ വലിയൊരു മാറ്റം കണ്ടു ഞങ്ങൾ. എന്നിട്ട് മദർ തെരേസ പറയുന്നുണ്ട്, ഞങ്ങളുടെ പതിവ് എന്ന് പറയുന്നത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ ഒത്തിരി സ്ഥാപനങ്ങളും കാര്യങ്ങളും ഉണ്ട്. ആ ദിവസം ഞങ്ങൾ വ്യാഴാഴ്ച ദിവസം ഞങ്ങൾ ദൈവാരാധനയ്ക്ക് മാറ്റിവെക്കും ഒരു ദിവസം. അന്ന് കുമ്പസാരിക്കും, അന്ന് ദൈവവചനം കേൾക്കും, അതുപോലെ തന്നെ ഉപദേശങ്ങൾ കേൾക്കും, ധ്യാനം നടത്തും. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥനയ്ക്ക് മാറ്റിവെക്കും. 1973 അവരുടെ ജനറൽ ചാപ്റ്റർ നടക്കുകയാണ്. എല്ലാ സിസ്റ്റേഴ്സ്, 63 സിസ്റ്റേഴ്സ് അതിൻ്റെ അകത്ത് പങ്കെടുത്തു. അപ്പോൾ ഈ ചാപ്റ്ററിൽ പങ്കെടുത്ത സിസ്റ്റേഴ്സ് മദർ തെരേസയാണ് അതിൻ്റെ ഹെഡ്. 62 പേരും മദർ തെരേസയോട് പറഞ്ഞു, നമുക്ക് ഇന്നു മുതൽ ദീപികാരനെ ആരാധന 1 മണിക്കൂർ നമ്മുടെ കോൺഗ്രിഗേഷൻ മുഴുവൻ നടത്തണമെന്ന് പറഞ്ഞു. അപ്പം മദർ തെരേസ സമ്മതിച്ചില്ല. മദർ തെരേസ പറഞ്ഞു, അത് നടക്കുന്ന കാര്യമൊന്നുമല്ലെന്ന് പറഞ്ഞു, സാധ്യമല്ലെന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഒരുപാട് ജോലികളുണ്ട്, കുട്ടികളും അതുപോലെ രോഗികളും മരണാസന്നരുമുള്ള അനേക സ്ഥാപനമുണ്ട്. അപ്പം അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഉള്ളതുകൊണ്ട്, ഇവരെ ശുശ്രൂഷിക്കേണ്ടതുള്ളതുകൊണ്ട് 1 മണിക്കൂർ എന്നും ദീപികാരനെ ആരാധനയ്ക്ക് സിസ്റ്റേഴ്സ് മാറി നിൽക്കാമെന്ന് പറഞ്ഞാൽ ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, സാധ്യമല്ലെന്ന് പറഞ്ഞു. മദർ തെരേസ അങ്ങനെ പറഞ്ഞു, ഹെഡാണ് അങ്ങനെ പറഞ്ഞു. പക്ഷേ ഈ 62 പേർക്ക് അത് സ്വീകാര്യമായില്ല. മദർ തെരേസ അങ്ങനെ പറഞ്ഞെങ്കിലും അവർക്ക് താല്പര്യമായില്ല, സ്വീകാര്യമായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ മദർ തെരേസ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് കൂടുതൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ഇവർ തുടർച്ചയായി ഈ ചാപ്റ്റർ പ്രാർത്ഥിക്കുകയാണ്. ഇതിനൊരു തീരുമാനം എടുക്കണം. 62 പേരും പറയുന്നു 1 മണിക്കൂർ വെച്ച് ഡെയിലി പ്രാർത്ഥിക്കണം. എല്ലാ സിസ്റ്റേഴ്സും ദീപികാര സന്നിധി ഇരിക്കണം. അപ്പോൾ ഇവർ തുടർച്ചയായിട്ട് അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഒടുവിൽ അവർക്കൊരു തീരുമാനം എടുത്തു. അങ്ങനെയെങ്കിൽ ഈ കോൺഗ്രിഗേഷനിലുള്ള എല്ലാ സിസ്റ്റേഴ്സും വ്യക്തിപരമായിട്ടും 1 മണിക്കൂർ ദീപികാര സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു തീരുമാനമെടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ചു തീരുമാനമെടുത്തു. പിന്നീട് മദർ തെരേസ പറയുന്ന കാര്യം ഇതാണ്, ദീപികാരൻ അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയതോടുകൂടി ദീപികാരനെ ആരാധനയിൽ 1 മണിക്കൂർ വെച്ച് എല്ലാ സിസ്റ്റേഴ്സും ഇരിക്കാൻ തുടങ്ങിയത് മുതൽ ഈശോയെ അവരെല്ലാവരും സ്നേഹിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. ഈശോയെ സ്നേഹിക്കാൻ തുടങ്ങി. അതോടുകൂടി പരസ്പരം ആഴമായിട്ടുള്ള ഒരു കൂട്ടായ്മ സമൂഹത്തിലുണ്ടായി. ഈശോയോടുള്ള ആഴമായ ഒരു വ്യക്തിബന്ധം അവരുടെ ജീവിതങ്ങളുണ്ടായി. പരസ്പരം അവർ സ്നേഹിക്കാൻ തുടങ്ങി.
നന്നായിട്ട് പെരുമാറാൻ തുടങ്ങി. എന്നിട്ട് പറയുകയാണ്, ഈ തിരുമണിക്കൂർ ഞങ്ങളിങ്ങനെ നടത്തിയപ്പോൾ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീർന്നപ്പോൾ, ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ചേരാനായിട്ട് അനേകം യുവതികൾ കടന്നു വന്നു എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവവിളി പ്രതിസന്ധി മാറി. ഇന്ന് കോൺഗ്രിഗേഷനിൽ ദൈവവിളി പ്രതിസന്ധിയാണ്, ചേരാൻ ആൾക്കാരില്ല. അപ്പം ഇവർ പറയുകയാണ്, ആരെയും വിളിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ദൈവവിളി സ്വീകരിച്ച് സിസ്റ്റേഴ്സ് ആകാൻ ഇവരുടെ കോൺഗ്രിഗേഷനിലേക്ക് ഒരു ഒഴുക്ക്. ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ ദൈവവിളിയുള്ള കോൺഗ്രിഗേഷനാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. ഇപ്പം സ്നേഹമുള്ളവരെ, ദീപികാരൻ്റെ ആരാധനയുടെ പവർ അതാണ്. അപ്പോൾ ദീപികാരൻ്റെ സന്നിധിയിൽ പോയി ഇരുന്ന് പ്രാർത്ഥിക്കണം. ഈ ഭാഗത്തുള്ളവർക്ക് നല്ല സൗകര്യമായി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. 24 മണിക്കൂറല്ലേ, അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ 12 മണിക്കൂർ അല്ലെങ്കിൽ 8 മണിക്കൂറൊക്കെ അല്ലേ കാണുകയുള്ളൂ. അപ്പോൾ 24 മണിക്കൂറും ഇങ്ങനെയുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഈ ദൈവവിളി പ്രതിസന്ധികൾ അവരുടെ കോൺഗ്രിഗേഷനിൽ നിന്ന് മാറി. കൂട്ടായ്മയുണ്ടായി, സ്നേഹമുണ്ടായി, ആത്മീയ ശുശ്രൂഷകളുണ്ടായി. ഇങ്ങനെ ഈ ശുശ്രൂഷകൾ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഒരു മാന്യനായ ഹിന്ദു അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഈ സിസ്റ്റേഴ്സിനോട് മാന്യനായ ഹിന്ദു പറയാണ്, ഞങ്ങളും നിങ്ങളും ചെയ്യുന്നത് സാമൂഹിക സേവനമാണ്, എന്നാൽ നിങ്ങളുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ഒരു വ്യത്യാസമുണ്ടെന്ന് പറയുക. എന്നിട്ട് പറയും, ഞങ്ങൾ എന്തിനോ വേണ്ടി ചെയ്യുന്നു, ഫോർ സംതിങ് ഞങ്ങൾ ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ ആരോടോ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്നെന്ന്. ടു സമ്മൺ എന്ന് പറയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഒരു സാമൂഹ്യക്ഷേമ പ്രവർത്തനം ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു, എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ ചെയ്യുന്നത് ഒരാളോട് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ആൾ ക്രിസ്തുവാണ്. അപ്പോൾ ക്രിസ്തുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷയാണ് നിങ്ങളുടെ ശുശ്രൂഷ. ഞങ്ങളുടെ ശുശ്രൂഷ അങ്ങനെയല്ല, ഞങ്ങൾ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. എന്നിട്ട് മദർ തെരേസയെ കുറിച്ച് അവർ പറയാം, നിങ്ങൾ അതുകൊണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നുവെന്ന് ഒരു മാന്യനായ ഹിന്ദു വന്ന് പറഞ്ഞു എന്ന് മാൽക്കം മാഡ്രിഡ്ജ് മദർ തെരേസയെ ഇൻ്റർവ്യൂ ചെയ്ത് സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളുടെ തുടർച്ച ഇവരുടെ ശുശ്രൂഷയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് മദർ തെരേസ പറയുന്നുണ്ട്, വിശുദ്ധ ബലിയുടെയും ആരാധനയുടെയും തുടർച്ചയാണ് ഞങ്ങളുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങൾ. തിരുവോസയിൽ ഞങ്ങൾ യേശുവിനെ കാണുന്നുണ്ട്, എന്നാൽ ഇവിടെ ചേരികളിൽ വ്രണിത ശരീരങ്ങളിൽ കുഞ്ഞുങ്ങളിൽ ഞങ്ങൾ ക്രിസ്തുവിനെ കാണുന്നു. അങ്ങനെ കണ്ട് ക്രിസ്തുവിന് വേണ്ടി ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നു. എന്നിട്ട് മദർ തെരേസ പറയുകയാണ്, സാമൂഹിക ക്ഷേമനം മാത്രമായി ഞങ്ങളുടെ ശുശ്രൂഷകൾ ഒതുങ്ങിപ്പോകാതിരുന്നതിന് കാരണം ക്രിസ്തുവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധമായിരുന്നു എന്ന് പറയാണ്, ആരാധനയുടെ ബന്ധമാണെന്ന് പറയാണ്. അല്ലെങ്കിൽ ഞങ്ങളുടെ ശുശ്രൂഷകൾ ഒരു സാമൂഹിക ക്ഷേമ പ്രവർത്തനമായി ചുരുങ്ങിപ്പോയേനെ. എന്നാൽ ഈ ശുശ്രൂഷ ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷയായി മാറാൻ ഞങ്ങളെ സഹായിച്ചത് ക്രിസ്തുവുമായിട്ടുള്ള ഞങ്ങളുടെ ബന്ധം ആരാധനയിലൂടെ വളർത്തിയതാണ് എന്ന് മദർ തെരേസ പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, പല തിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയാം, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം, നമ്മളുടെ ജീവിതത്തിൻ്റെ കാതൽ എന്ന് പറയുന്നത് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ഈ ബന്ധം നമുക്ക് ലഭിക്കുന്നത് നമ്മൾ ദൈവാരാധനയിൽ പങ്കെടുക്കുന്നതിലൂടെയാണ്, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതിലൂടെയാണ്, ഞായറാഴ്ച ബലിയർപ്പണത്തിൽ പങ്കെടുക്കുന്നതിലൂടെയാണ്. സാധിക്കുന്ന ദിവസങ്ങളിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നതിലൂടെയാണ് ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ വളരുന്നത്. ദീപികാരൻ ആരാധനയിൽ പങ്കെടുക്കുന്നതിലൂടെ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അനുസ്യൂതമായി നമ്മുടെ കുടുംബങ്ങളിൽ ലഭിക്കുകയാണ്. അപ്പം നമ്മുടെ കുടുംബങ്ങൾ രക്ഷയുടെ ഭവനങ്ങളായി മാറാൻ നമ്മെ സഹായിക്കുന്നത് ക്രിസ്തുവുമായിട്ടുള്ള നമ്മുടെ ഈ ബന്ധമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പം ഈ ബന്ധത്തെ വളർത്തണം എന്നുള്ളതാണ്.
അപ്പം അതുകൊണ്ട് ഞായറാഴ്ച ദിവസം നമുക്കൊരു അവധി ദിവസമോ വിശ്രമ ദിവസമോ അല്ല, മറിച്ച് അത് വിശുദ്ധമായ ഒരു ദിവസമാണ്. മറ്റു ദിവസങ്ങളെയും വിശുദ്ധീകരിക്കാൻ ക്രിസ്തുവുമായിട്ടും പരിശുദ്ധ കുർബാനയുമായിട്ടുള്ള ബന്ധം, ദൈവ ആരാധനയുമായി ബന്ധം, നിത്യാരാധന ചാപ്പലുകളിൽ നിന്നും ആ പ്രാർത്ഥിക്കുന്നതിലൂടെ ഈ ബന്ധത്തെ നമുക്ക് വളർത്തുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ശക്തി കിട്ടി, നമ്മുടെ മനസ്സിന് ശക്തി കിട്ടി, ശരീരത്തിന് ബലം കിട്ടി. തീരുമാനമെടുക്കാൻ, വ്യക്തമായിട്ടൊരു തീരുമാനമെടുക്കാൻ നമുക്ക് പറ്റാതെ വരുമ്പോൾ, നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ വന്നിരിക്കുമ്പോൾ തീരുമാനമെടുക്കാൻ കർത്താവ് നമ്മെ സഹായിക്കും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു സംഭവം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനൊരു പള്ളിയിൽ വികാരിയായിരിക്കുമ്പോൾ ആ പള്ളിയുടെ മൂന്ന് സൈഡും കോളനിയാണ്, ഫ്രണ്ടിൽ കൂടി റോഡ്. അതിൻ്റെ ഒരു സൈഡ് മാത്രം ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് പണിയാണ്, 6 വീടിൻ്റെ ഒരു ഫ്ലാറ്റ് പണിയാണ്, മൂന്ന് നിലയുള്ള 6 വീടിൻ്റെ ഒരു ഫ്ലാറ്റ് പണി ചെയ്യാൻ പോവാണ്. അപ്പം ഞാൻ അവിടെ പള്ളിയിൽ ചെന്ന സമയത്ത് ഇതിൻ്റെ കുഴിയെല്ലാം കുത്തി വന്ന് കുഴി കുത്തി, ഞാൻ ചെന്ന ഉടനെ തന്നെയാണ് അവർ കുഴി കുത്തുന്നു, അത് കഴിഞ്ഞ് കോളം പൊക്കുന്നു, അങ്ങനെയുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നോക്കുമ്പം ആകപ്പാടെ കുറച്ച് സ്ഥലം ഉള്ളൂ ഇനി ഫ്രീ ആയിട്ട്, ബാക്കി സൈഡ് മുഴുവനും ഇങ്ങനെ ആൾക്കാരാണ്. അപ്പോൾ ഇതൊരു കോളനിയൊക്കെ ആയതുകൊണ്ട് ഇവിടുന്ന് സൗണ്ട് കേൾക്കുമെന്ന് പറഞ്ഞ് വന്നപ്പോൾ തന്നെ എനിക്ക് ഇച്ചിരി സൗണ്ട് കൂടുതലുള്ളത് കൊണ്ടായിരിക്കണം അയലോങ്കാർ പറഞ്ഞു കുറച്ച് സൗണ്ട് കുറയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ പള്ളി ആദ്യം വന്നത് നിങ്ങളിപ്പം വന്നവനാണെന്ന് പറഞ്ഞു. ഈ പള്ളി വന്നിട്ട് 25 വർഷമായി, നിങ്ങൾ വന്ന് ഈ അടുത്ത കാലത്ത് വന്നവനാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതിൻ്റെ സൗണ്ട് കുറയ്ക്കാൻ പറയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ അടുത്ത ഈ ഫ്ലാറ്റും കൂടി വന്നു കഴിയുമ്പോഴത്തേക്കും ഒരു 6 വീട്ടുകാരോട് ഇങ്ങനെ വരികയാണ്. എൻ്റെ ബെഡ്റൂം ഇങ്ങനെയാണ്, ഈ ജനൽ ഇങ്ങനെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഒരു 2 നില വീടാണ്. അതിൻ്റെ അകത്ത് എക്സൈസുകാർ ഒരു 30 പേര് താമസിക്കുന്നുണ്ട് 2 നിലയിൽ. അപ്പോൾ ഇവരിങ്ങനെ ബൈനോക്കുലർ വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ. അപ്പോൾ ഈ അടുത്ത വീടുകൂടെ വരുമ്പോൾ പ്രശ്നമാണ്. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സൗണ്ട് പ്രശ്നം എന്നെ സംബന്ധിച്ച് പ്രശ്നമുള്ളൂ, വേറെ ഒരു വിഷയമൊന്നുമല്ല. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ ആ ഫ്ലാറ്റ് പള്ളിക്ക് തരണം, ആ സ്ഥലം പള്ളിക്ക് തരണം. അപ്പോൾ ഇനി അവിടെ വേറെ ഒന്നും വരാനുള്ള ആവശ്യമില്ല, അത് പള്ളിക്ക് തരണം പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഒരു സുപ്രഭാതത്തിൽ ഈ കോളമെല്ലാം ഇങ്ങനെ വന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് പിന്നെ പണി നടക്കുന്ന കാണുന്നില്ല, പിന്നെ പണി നടക്കുന്ന കാണുന്നില്ല. അപ്പം ഞാനിങ്ങനെ അന്വേഷിച്ചു, ഇതെന്താ ഇതിങ്ങനെ നിൽക്കുന്ന, ആരോട് ചോദിച്ചിട്ട് ആർക്കും മനസ്സിലായില്ല. പക്ഷേ പിന്നീട് എനിക്ക് മനസ്സിലായി, ഇത് നമ്മുടെ ഒരു ചേട്ടനതിൻ്റെ എൻജിനീയർ എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ ആ എൻജിനീയറെ നമ്പറൊക്കെ തപ്പിയെടുത്തിട്ട് വിളിച്ചു, എന്തിയാ ഇപ്പോൾ ആ ഫ്ലാറ്റൊന്നും പണിയുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറയുകയാണ്, അതിപ്പോൾ പണി നിർത്തി, മുനിസിപ്പാലിറ്റിക്കാർ വന്ന് അവിടെ പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു, കാരണം അതിൽ ഒരു ഡ്രെയിനേജിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. ഈ 6 വീട് വന്നു കഴിയുമ്പം വെള്ളം ഒഴുകാനുള്ള ഡ്രെയിനേജ് ആവശ്യത്തിനുള്ള സംവിധാനം അവിടെ ഇല്ല, അതുകൊണ്ട് തൽക്കാലം അവർ പെൻഡിങ് നിർത്തി, ഇനി പണിയാൻ പറ്റില്ല, നിങ്ങൾ ആദ്യം ഡ്രെയിനേജിൻ്റെ കാര്യങ്ങൾ ശരിയാക്കുമെന്ന് പറഞ്ഞു. അവിടെ ഡ്രെയിനേജിൻ്റെ കാര്യം ശരിയാക്കാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. കാരണം അങ്ങനെയാണ് അവിടുത്തെ കിടപ്പ്. കാരണം അത് പോകുന്നത് വേറെ പറമ്പിലോട്ട്, ഈ 6 വീട്ടിലെ കൂടി വെള്ളം ചെല്ലാൻ അവർ സമ്മതിക്കുമോ? അപ്പോൾ ഇത് നടക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ ഈ പില്ലറുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഞാൻ ഇതിങ്ങനെ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഹല്ലേലൂയ. പണി എന്തായാലും നിന്നു, ഇനി ഇടവക്കാരെ കൊണ്ട് ഇത് എടുപ്പിക്കണ്ടേ? ഹല്ലേലൂയ. എടുപ്പിക്കണം എന്നുണ്ടെങ്കിലും കർത്താവ് വിചാരിച്ചാൽ നടക്കുകയുള്ളൂ. ഇടവക്കാർ പറയും ഇത് വേണ്ടെന്ന് പറഞ്ഞാൽ നടക്കുമോ? അപ്പം ഞാനിങ്ങനെ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടവേൽ ചില ചേട്ടന്മാരോട് പറഞ്ഞു, നമുക്കിത് മേടിച്ചാൽ പാർക്കിങ്ങിന് നല്ല സൗകര്യമാണെന്ന് പറഞ്ഞു. ഇത് പാർക്കിങ്ങിന് നല്ല സൗകര്യമാണ്, അതുകൊണ്ട് മേടിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വല്ല പാരീഷോട് തന്നെ കെട്ടാം, പാർക്കിംഗ് സൗകര്യമാണെന്ന് പറഞ്ഞ് അങ്ങനെ 2-4 ചേട്ടന്മാരോട് പറഞ്ഞപ്പോൾ അവർക്ക് ഹാപ്പിയായി, നമുക്ക് മേടിക്കാമെന്നായി. എന്തായാലും ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മേടിക്കാൻ തീരുമാനിച്ച് അന്വേഷിച്ചപ്പം മനസ്സിലായി ഇത് ഒരു RS നല്ലൊരു പ്രവർത്തകൻ്റെ ഒരു സംഭവമാണ് മനസ്സിലായി. ഇയാളാണെങ്കിൽ കൊടുക്കുകയില്ല, ക്രിസ്ത്യാനികൾക്ക് കൊടുക്കില്ല. ഇയാൾ നല്ല സമ്പന്നനാണ്, ഒരു മാഷാണ്, സ്വന്തം +2 സ്കൂളുള്ള മാഷാണ്. പുള്ളി കൊടുക്കില്ല, ഒരു കാരണവശാലും കൊടുക്കില്ല. അപ്പോൾ നമ്മുടെ ചേട്ടന്മാരോട് പറഞ്ഞു, ചേട്ടന്മാർ പറഞ്ഞു എങ്ങനെയാലും നമുക്ക് മേടിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാരാന്ന് കണ്ടുപിടിച്ചു, ഈ ചേട്ടനാന്ന് ഈ സാറാന്ന് മനസ്സിലാക്കി. അങ്ങനെ ഈ സാറിൻ്റെ വീട്ടിൽ നേരെ പോയി ചോദിക്കാൻ പോവാണ് ഇവർ. ഇവർ ആരാന്നൊന്നും പറഞ്ഞിട്ടില്ല, പള്ളിക്കാന്നൊന്നും പറഞ്ഞൊന്നുമില്ല. ഇവർ അങ്ങനെ ചോദിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ ഞാനിങ്ങനെ പള്ളിയിൽ ആരാധനയ്ക്ക് എഴുന്നള്ളിച്ച് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതെന്താവുമെന്ന് അറിയണമല്ലോ. ഇത് പുള്ളിയുടെ സ്വഭാവം ഇങ്ങനെയാണ്, ക്രിസ്ത്യാനികൾക്ക് തരില്ല, കിട്ടാൻ ഇനി
തരാമെന്ന് വെച്ചാലും നമുക്കാണെന്നറിഞ്ഞാൽ ഇത് പുള്ളി മുടക്കിന്ന് വരും, പ്രശ്നങ്ങളാകും. ഇല്ലെങ്കിൽ അവരുടെ പേര് മേടിച്ചിട്ടൊക്കെ വേണം. ഒത്തിരി കോംപ്ലിക്കേഷൻ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ പള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് കർത്താവിനോട് ചോദിച്ചു, ഇതിന് ഒരു തീരുമാനം പറയാം, ഇത് കിട്ടുമോ കിട്ടില്ല. ഇപ്പം 2 പേര് പോയിരിക്കുക, ഈ വീട്ടിലേക്ക് പോയിരിക്കുക, 2 പേര്. കിട്ടുമോ കിട്ടില്ലയോ എന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ ഒരു ദർശനം കാണിച്ചു. എന്താണെന്നറിയാവോ, ഈ പോയ ചേട്ടന്മാർ 2 പേരും ഈ ആധാരത്തിൻ്റെ കോപ്പികൾ ഒരു ഫയലിലാക്കി കൈ വീശി സന്തോഷിച്ച് 2 പേരോട് വന്ന്, ഇത് അച്ഛാ ഫയൽ ഇതാന്ന് പറഞ്ഞ് കൈ എൻ്റെയിലോട്ട് തരികയും ഷെയ്ക്ക് ഹാൻഡ് തരികയും ചെയ്ത് ഞാൻ ഇങ്ങനെ ദർശനം കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിങ്ങനെ ഒരു ദർശനം കാണിക്കുകയാണ് എന്നെ. ഈ ദർശനം കാണിച്ചു കഴിഞ്ഞപ്പോഴും ഞാൻ അങ്ങോട്ട് തൃപ്തനായില്ല. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു, ഇതൊക്കെ ശരി, എങ്ങനെയാണെങ്കിലും ഇനിയും പറ്റുമോ എന്നറിയാൻ വേണ്ടി ഞാൻ കർത്താവിനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ ബൈബിള് തുറക്കും. ബൈബിള് തുറന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിള് തുറക്കുമ്പോൾ കർത്താവ് എനിക്ക് ഉത്തരം കൃത്യമായിട്ട് തരണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇത് കിട്ടുമോ കിട്ടിയില്ലോ എന്ന് ഉത്തരം പറയണം. അപ്പം ഞാനിങ്ങനെ പള്ളിയിരിക്കുകയാണ്, ഇങ്ങനെ പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തുറന്നപ്പോൾ ഈശോ എനിക്കൊരു വചനം തന്നു. അതാണ് ഏശയ്യ 22:22. ഒന്ന് വായിച്ചു നോക്കൂ. ഏശയ്യ 22:22. ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. അപ്പോൾ എനിക്കിത് വീണ്ടും ക്ലാരിറ്റിയായി. ദർശനം കണ്ടത് ശരിയാണെന്ന് എനിക്ക് മനസ്സിലായി. ഹല്ലേലൂയ. എന്നാലും ഞാൻ ബൈബിൾ അടച്ചു. എന്നിട്ട് പറഞ്ഞു, കർത്താവേ ഒന്നുകൂടെ തരണം. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയണം. 3 നമുക്ക് ചോദിക്കാമല്ലോ, ഇല്ലേ? ഹല്ലേലൂയ. അപ്പം ഞാൻ കർത്താവിനോട് പറഞ്ഞു, ഒന്നുകൂടെ പറയണമെന്ന് പറഞ്ഞു. ബൈബിൾ അടച്ചു. അടച്ചിട്ട് വീണ്ടും കുറച്ച് നേരം സ്തുതിച്ച് പ്രാർത്ഥിച്ചിട്ട് ഒന്നുകൂടെ തുറന്നു. അങ്ങനെ തുറന്നപ്പോൾ എൻ്റെ ഈ ബൈബിളിൻ്റെ ഇത് തുറന്നു കിട്ടിയപ്പോൾ വലതുഭാഗമാണ് ഞാൻ കണ്ടത്. വലതുഭാഗത്ത് നോക്കുമ്പോൾ ഏശയ്യ 25:1 കണ്ടു. നോക്കുമ്പോൾ ഇടതുവശത്ത് 22:22. വലതുവശത്ത് നോക്കുമ്പോൾ 25:1. നിങ്ങളുടെ ബൈബിൾ അങ്ങനെ തന്നെയല്ലേ? ഹല്ലേലൂയ. അങ്ങനെയാണ്. അതായെന്ന് പറഞ്ഞാൽ അതേ പേജുകൾ, പക്ഷേ വലതും ഇടത്തും. ഇടതുവശത്ത് 22:22 വലതുവശത്ത് ഏറ്റവും എക്സ്ട്രീം കോർണറിൽ താഴെ ഭാഗത്ത് 25:1. ഒന്ന് വായിച്ചു നോക്കിയേ. കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ പുകഴ്ത്തുകയും അങ്ങയുടെ നാമത്തെ സ്തുതിക്കുകയും ചെയ്യും. പണ്ടു തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. ഹല്ലേലൂയ. ഇനി പേടിക്കേണ്ട ആവശ്യമുണ്ടോ? പണ്ട് തന്നെ നിരൂപിച്ചതും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി നിറവേറ്റിയിരിക്കുന്നു. അപ്പോൾ എനിക്ക് ക്ലാരിറ്റിയായി. അപ്പം 3 കാര്യങ്ങൾ. 1 ദർശനം കണ്ടു, 2 22:22, അടുത്ത് 25:1. അപ്പോൾ ഞാനങ്ങനെ ഇന്ന് പ്രാർത്ഥിച്ച് സൂക്ഷിച്ചങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ, 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചേട്ടന്മാർ, ഞാൻ പള്ളിയിലിരിക്കുക, ഇവർ വന്ന് മണി അടിക്കുന്നത് ഞാൻ കേട്ടു പള്ളിയിൽ. അങ്ങനെ ഞാൻ ഈ മണി അടിച്ചാലാന്ന് നോക്കുമ്പോൾ ഈ 2 ചേട്ടന്മാർ ഈ ഫയലായിട്ട് കൈയൊക്കെ ഇങ്ങനെ ആട്ടി. ഹല്ലേലൂയ. ഇവർ ഫയലൊക്കെ പിടിച്ച് സന്തോഷത്തോടെ വന്നിട്ട് എൻ്റെയിലോട്ട് ഫയലിങ് തന്നു. ഇത് അച്ഛാ ഫയൽ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അത് ക്ഷയിക്കാൻ തന്നു. ഹല്ലേലൂയ. അപ്പം പിന്നീട് എന്തായാലും അത് പള്ളിക്ക് തരില്ലെങ്കിലും അവർ പിന്നീട് ഇവർ വിളിച്ച് സംസാരിച്ച് അവസാനം ഇവർ പറഞ്ഞു, ഒരു ഡീലാണെങ്കിൽ എനിമിയും ഫ്രണ്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ ഡീലിൽ നമ്മൾ ഫ്രണ്ട്സാണ്, അതുകൊണ്ട് ഞങ്ങളിത് പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് പറഞ്ഞു. നിങ്ങൾ ഇത് പള്ളിക്ക് തരില്ല കൊടുക്കില്ല എന്നൊന്നും പറയരുത്, പള്ളിക്ക് വേണ്ടി ഒപ്പിടാൻ പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു, ശരി തന്നേക്കാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ അവർ ആധാരം പള്ളിക്ക് തരില്ല കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ചെയ്തിട്ട് വീണ്ടും ചെയ്യണം. അപ്പോൾ ആ കാശും കൂടി ലാഭമായിട്ട് ഇവർ പറഞ്ഞു, ഒരു ഡീലാണെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ടാകും, എനിമി ഉണ്ടാകും. ഈ ഡീലിൽ നമ്മൾ ഫ്രണ്ട്സാണ്, അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം പറയാൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളിത് പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു, ചേട്ടൻ ആധാരം പള്ളിക്ക് ഒപ്പിട്ട് തന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ നമ്പർ 1 പ്രവർത്തകൻ പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ഇവർ പറയാണ്, വലിയ കലപ്പയുടെ നീളമുള്ളതായിക്കോട്ട് വാളുകളും കുന്തവും പരിചയമെല്ലാം ഭിത്തിയെ വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അങ്ങനെയുള്ള വീട്. അപ്പോൾ പുള്ളി അത്ര ഇതിനോട് എതിരുള്ള ക്രിസ്തീയ കാര്യങ്ങളോട് വിരോധമുള്ള ഈ ചേട്ടൻ എന്ത് ചെയ്തു, അവസാനം വീട് പറഞ്ഞു, ഈ ഡീലിൽ നമ്മൾ ഫ്രണ്ട്സാണ്, അതുകൊണ്ട് ഞങ്ങൾ പള്ളിക്ക് കൊടുക്കാൻ തീരുമാനിച്ചു, ചേട്ടൻ അതിന് ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു. സാർ ഒപ്പിട്ട് തരണമെന്ന് പറഞ്ഞു, ഇട്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ
ആ കാര്യം നടക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയ. ഇതിൻ്റെ പിന്നെ ഒറ്റ കാര്യമുള്ളൂ. അതായത് പള്ളിയിൽ ദീപികാരൻ്റെ ആരാധനയിൽ നിയോഗം വെച്ചും ഒരാഗ്രഹം നമ്മൾ അറിയിച്ചപ്പോൾ അത് 44 ലക്ഷം രൂപയായി ഇത് മേടിക്കാൻ, ഈ 11.5 സെൻറ്റ് സ്ഥലം മേടിക്കാൻ. പള്ളി പണിത് 1 വർഷം കഴിഞ്ഞ സമയത്താന്ന് ഓർക്കണം. ആ ദൈവജനം അത് ആവശ്യമാണെന്ന് അവരുടെ മനസ്സിൽ ദൈവം തോന്നിച്ചു. ദൈവം അത് തരുന്നു. പറഞ്ഞേ ഹല്ലേലൂയാം. അപ്പം നമ്മൾ പരിശുദ്ധ കുർബാനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ദൈവാരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ആ വിശുദ്ധ ദിനമായി ഞായറാഴ്ച ദിവസത്തെ നമ്മൾ കണ്ട് കർത്താവിനെ ആരാധിക്കുമ്പോൾ, മറ്റ് ദിവസങ്ങളിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദീപികാരുടെ സന്നിധിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനകളൊന്നും ഫലമല്ലാതായിട്ട് പോകുന്നില്ലെന്നുള്ളതാണ്. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് എഴുന്നേറ്റ് ഇന്ന് നമ്മൾ ഈ ദിവസം പ്രത്യേകമായിട്ടും കർത്താവ് ഈ വചനങ്ങളിലൂടെ നമ്മെ പ്രത്യേകമായിട്ടും ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് ദീപികാരൻ്റെ ആരാധനയുടെയും പരിശുദ്ധ കുർബാനയുടെയും ആ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് ദൈവത്തെ ആരാധിക്കാൻ നമ്മുടെ കുടുംബങ്ങളെ കർത്താവ് ബലപ്പെടുത്താൻ നമുക്ക് ഈ നിമിഷത്തിൽ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് 2 കരങ്ങളും ഉയർത്താം. 2 കരങ്ങളും ഉയർത്തി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് മഹത്വം നൽകുന്നു. കർത്താവെ വേണ്ട വിധം യോഗ്യതയോടെ ബഹുമാനത്തോടെ അങ്ങേ ആരാധിക്കാൻ, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ദൈവാരാധനയിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. രക്ഷയുടെ ഭവനങ്ങളായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളെ ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന.